നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. നമ്മുടെ ജീവിത രീതിയൊക്കെ മാറി മറിയാണല്ലോ. ഇപ്പോൾ പഴങ്കഞ്ഞി കുടിക്കുന്നവരില്ല, കഞ്ഞി കുടിക്കുന്നവരില്ല, പയറുകറി കഴിക്കുന്നവരില്ല. നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മയോണൈസ്, കോഴിക്കാല്, പൊറോട്ട, ഇതൊക്കെ ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ നേരത്തെയും ഭക്ഷണം. ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ മകനോട് വഴക്കുണ്ടാക്കുന്നതിനാണ്. കാരണം അവൻ ഇങ്ങനെ നിന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കും. പക്ഷേ ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്ന ശേഷം അത് വേണ്ട, നാടൻ ഭക്ഷണം മതി. കാരണം അവിടെ കിടന്ന് കഴിച്ച് മടുത്തു. ഈ മയോണീസും ഈ കോഴിക്കാലും ഒക്കെ ബുക്ക് ചെയ്തിട്ട്, ചുട്ട കോഴി ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇവൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കറങ്ങുമ്പോൾ എനിക്കറിയാം ഇവൻ ഏതോ ആഹാരം ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. വീട്ടിലുണ്ടാക്കുന്ന നല്ല ചമ്മന്തി, നല്ല ദോശയൊക്കെ കഴിക്കാൻ വിധിയില്ല എന്ന് ഞാൻ വിചാരിക്കും. രാത്രിയാണ്. നമ്മുടെ ജീവിത രീതിയൊക്കെ മാറി മറിയുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുതിയ തലമുറയിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാരികളും അകാല വാർദ്ധക്യത്തിലാവുന്നു. അവർ ഈ മേക്കപ്പിൻ്റെ പച്ചയിൽ, ഡൈയുടെ പച്ചയിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്രായത്തിൽ ഷുഗറുണ്ട്, BP ഉണ്ട്, ഹാർട്ടിന് പ്രോബ്ലമുണ്ട്, ക്യാൻസറുണ്ട്. അങ്ങനെ രോഗികൾ ഒരുപാട് കൂടുന്നു. ആശുപത്രികൾക്ക് ചാകര. അകാലത്തിൽ മരിക്കുകയും ചെയ്യുന്നു. ആരോഗ്യമേഖല ഇക്കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അല്ല. അതുകൊണ്ടല്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മളെ ശരീരത്തെക്കുറിച്ച്. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നാടക പരിശീലനം നൽകുന്നതിനിടയിൽ അവിടുത്തെ കുട്ടികൾക്ക് നാടകം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 49 വയസ്സുകാരനായ KV വിജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. 49 വയസ്സേ ഉള്ളേ. ഞാൻ ഇക്കാര്യം ഇന്നലെ ഒരാളിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ മരുമകൻ മരങ്ങളൊക്കെ മുറിക്കാനും തെങ്ങിൽ കയറാനൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പം നല്ല എക്സസൈസ് ഉള്ള ആളാണ്. ഒരു മരം മുറിക്കാൻ ശിഖരങ്ങളൊക്കെ ചെത്തി ഇറക്കിയിട്ട് താഴെ ഇറങ്ങിയതും കുഴഞ്ഞു വീണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്തു. ഈ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കൂടെ നിൽക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ തീർന്നു കഥ. വേഗം ആശുപത്രിയിൽ എത്തിച്ചു. വിജേഷ് അകാലത്തിൽ പോയി. ചലച്ചിത്ര നാടക അഭിനയ കളരി അല്ലെങ്കിൽ അഭിനയ പരിശീലനകനായിരുന്നു വിജേഷ്. അവിര റബേക്കയുടെ തകരച്ചെണ്ട എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് വിജേഷ് KV സിനിമയിലെത്തിയത്. നാടക ചലച്ചിത്ര അഭിനേത്രിയായ കബനിയാണ് ഭാര്യ. ഒരു മകൾ സൈറ. ഭാര്യയും ഭർത്താവും കൂടി തിയേറ്റർ ബീറ്റ്സ് എന്ന സംഘടനയിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അഭിനയ പരിശീലനം നൽകി പോകുന്നത്. അതിലൂടെ നിറയെ ശിഷ്യസമ്പത്തും വിജേഷിനുണ്ടായി. പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭൂമിയുണ്ട് തുടങ്ങിയ വരികൾ എഴുതിയ അല്ലെങ്കിൽ വരികളടങ്ങിയ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന വിജേഷ് KV. 49-ാമത്തെ വയസ്സിൽ ആരോടും യാത്ര ചോദിക്കാതെ പോയി. ആ കലർപ്പില്ലാത്ത കലാകാരന് ആത്മാഞ്ജലി നേരാം. നമസ്കാരം. കുറേ ലക്കമായെന്ന് തോന്നുന്നു നമ്മൾ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിന് പിന്നിലെന്നുള്ള പങ്ക്തി ചെയ്തിട്ട്. ഇന്ന് ചെയ്യുന്നത് ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള പങ്ക്തിയാണ്. അത് വലിയ രസകരവുമാണ് ആ ഫോട്ടോ. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പലതിലും പറഞ്ഞിരിക്കാം. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഈ ആവർത്തന വിരസതയുണ്ടല്ലോ ദിനേശ് ചേട്ടാ, ഇത് വേറൊരു സ്റ്റോറി പറഞ്ഞാണല്ലോ, ഇതെന്ത് പറ്റുന്നെന്ന് കേട്ടാൽ. നമ്മളൊരു കഥ പറയുമ്പോൾ അത് കണക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ടാവും. ഈ സംഭവം ചിലപ്പോൾ മുമ്പ് പറഞ്ഞതായിരിക്കും. അതുകൂടി ഇതിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ ഇതിനൊരു പൊലിമ വരില്ല. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് തോന്നുന്നു ഇത് മുമ്പ് പറഞ്ഞതല്ലേ എന്ന് തോന്നും. പക്ഷേ ആ മുമ്പ് പറഞ്ഞ സാധനം ഈ സ്റ്റോറിയിൽ ആവശ്യമാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞാലേ അത് കേൾക്കൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്.
ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച, തിരക്കഥ എഴുതിയെന്ന് വേണമെങ്കിലും പറയാം, സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് ഭാഗ്യവാൻ. അതിലെ നായകനായ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന് അലഭ്യ ലഭ്യശ്രീയിൽ യോഗമുള്ള ചെറുപ്പക്കാരനാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നു എനിക്കും അലഭ്യ ലഭ്യശ്രീ യോഗമുണ്ടെന്ന്. ഈ യോഗമുള്ളവർ ആരോട് സംസാരിച്ചാലും അവർ രക്ഷപ്പെടും. യോഗമുള്ള എന്നെ പോലുള്ളവൻ നശിച്ചു പോകും എന്നാണ് അനുഭവം എനിക്കും എന്ന് പറയാം. അങ്ങനെയാണ് വിവരമുള്ളവർ പറയുന്നത്. അലഭ്യ ലഭ്യശ്രീ യോഗമുള്ളവൻ ഒരിടത്ത് രക്ഷപ്പെടില്ല, പക്ഷെ അവൻ ചെന്ന് കയറുന്നിടം രക്ഷപ്പെടും, മുടിഞ്ഞു പോകില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എനിക്ക് അലഭ്യ ലഭ്യശ്രീ യോഗമുണ്ടെന്ന്. അനുഭവങ്ങൾ അങ്ങനെയാണ് എനിക്ക് സമ്മാനിച്ച് തന്നിട്ടുള്ളത്. വെറുതെ സ്വയം പൊക്കിയടിക്കുകയോ ബെടായി പറയുന്നതോ അല്ല ഞാൻ. ഒരാൾക്കും ദ്രോഹം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരാളും പറയരുതെന്ന് നല്ല വാശിയുള്ളവനാണ് ഞാൻ. ഒരാളും പറയരുത്, അയ്യോ അവൻ ഒരു ദ്രോഹിയാണ്, പാര വയ്ക്കും, നുണ പറയും, ചതിക്കും എന്നൊന്നും എന്നെ ജീവിതത്തിൽ ആരും പറയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് കഴിയുമെങ്കിൽ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണം. അത് എന്തായാലും ചെയ്തു കൊടുക്കണം. ഞാൻ ഇക്കാര്യം വാശി പോലെ ജീവിതപ്രദമാക്കിയ ഒരാളുമാണ്. നമുക്ക് പറ്റുന്നത് ഒരാൾ ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുത്തിരിക്കണം. അതിൽ നമുക്ക് എന്ത് ലാഭം കിട്ടുമെന്ന് ചിന്തിക്കാൻ പാടില്ല എന്ന വിശ്വാസക്കാരാണ് ഞാൻ. അതാണ് എൻ്റെ പോളിസി. ചിത്രത്തിന് പിന്നിൽ എന്ന ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടല്ലോ, 8 പേര് പുറകെ നിൽപ്പുണ്ട്. ഫ്രണ്ടിലിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനാണ്. പുറകെ 8 പേര് നിൽപ്പുണ്ട്. അയാളെ കൂടാതെ ഒരാൾ കൂടിയുണ്ട്, ഈ ഫോട്ടോ എടുക്കുന്ന ആൾ. അയാൾ വേറൊരു ഫോട്ടോയിൽ ഇരിപ്പുണ്ട്. അവൻ്റെ തിരുമോന്ത ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇതിൽ കാണിക്കാത്തത്. ഈ ചിത്രത്തിൽ ഇരിക്കുന്ന ഗുരുനാഥനും ഈ ചിത്രത്തിലില്ലാത്ത ഒരു പഠിച്ച കള്ളനും ഞാൻ എനിക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഇവർക്ക് 2 പേർക്കും, ഈ മുന്നിലിരിക്കുന്ന കാലുമേ കാലിട്ടിരിക്കുന്ന അകാല വാർദ്ധക്യം വന്ന എൻ്റെ ഗുരുനാഥനും, അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ പിടിച്ചു കൊടുക്കുന്ന ചെറ്റയും, 2 പേർക്കും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, എന്നെക്കൊണ്ട് കഴിയാത്ത സഹായങ്ങൾ വരെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരാരും എനിക്കൊരു സഹായവും ചെയ്തിട്ടില്ല. ഈ 2 പേരെന്നല്ല, ഈ പുറകെ നിൽക്കുന്ന 8 എണ്ണവും ഒരു സഹായവും എനിക്ക് ചെയ്തിട്ടില്ല. ഇവർക്ക് ആർക്കും ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടേയില്ല. ഇവർ പറ്റുന്ന രീതിയിൽ പലപ്പോഴായി എനിക്കിട്ട് പണിഞ്ഞിട്ടുമുണ്ട്. ഈ നിൽക്കുന്നവരും ഇരിക്കുന്നതും എല്ലാം, ഈ ഫോട്ടോ എടുക്കുന്നവനും സീറ്റിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുനാഥനും ഈ പുറകെ നിൽക്കുന്ന 8 പേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 പേരെങ്കിലും എനിക്ക് പണിഞ്ഞിട്ടുണ്ട് പല തരത്തിൽ. ഈ പ്രോഗ്രാം കണ്ടിട്ട് ഈ ഫോട്ടോയിൽ നിൽക്കുന്നവരിൽ ഒരാളോ ഈ ഫോട്ടോ എടുത്തു കൊടുത്ത മഹാനോ ദിനേശ് പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും അവർ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദമാക്കാം, ഞാൻ എങ്ങനെയാണ് ദ്രോഹിച്ചത് എന്ന് അവർ പറയുന്നു എന്നുള്ളത് വിശദമാക്കാം. പക്ഷെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഈ ഫോട്ടോ ഇരിക്കുന്ന ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന മഹാനെയും എൻ്റെ ഗുരുനാഥനെയും ദ്രോഹിച്ചിട്ടില്ല. ഈ ഫോട്ടോ എടുത്തവൻ എൻ്റെ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. വലയത്തിൻ്റെ സീരിയലിൻ്റെ നിർമ്മാതാവാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അവൻ എന്നെയും സുകുമാരൻ ഷാർജയും പറ്റിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ അവനെ പറ്റിച്ചിട്ടില്ല. ലക്ഷങ്ങളല്ലേ അടിച്ചോണ്ട് പോയത്. അപ്പോൾ എൻ്റെയും കൂടി ഗുരുനാഥൻ എന്ന് പറയാവുന്ന മനുഷ്യൻ ക്യാൻസർ രോഗബാധിതനായി മരിക്കും എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി ഞാൻ ഇനി രക്ഷപ്പെടില്ല. അദ്ദേഹം ഈ ഫോട്ടോയുടെ പുറകെ നിൽക്കുന്ന 8 എണ്ണത്തിനെയും പുറകെ നിന്ന് ഫോട്ടോ എടുക്കുന്നവനെയും ചേർത്ത് 9 എണ്ണത്തിനെയും ഒരു നാൾ വിളിച്ചു കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. എന്നിട്ട് അവരെല്ലാം നിരത്തി നിർത്തി പുള്ളി ഒരു പടം എടുത്തു. ഇവരെല്ലാം വിളിച്ചപ്പോൾ ഓടിച്ചെന്നു. കാരണം എൻ്റെ ചീഫ് മരിക്കും മുമ്പ് എനിക്കിട്ട് ഒരു പണി തരാനായിട്ട് ഇവരെല്ലാം വിളിച്ചു വരുത്തിയതല്ലേ, അതുകൊണ്ട് നമ്മൾ പോകണം. അതുകൊണ്ട് എല്ലാവരും ഓടിപ്പോയി. പോകണം എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ 10 പേർ എന്നോടൊപ്പം നിന്ന് ഒരു സ്നാപ്പ് എടുത്ത്, 10 പേരില്ല 9 പേര്, 9 പേരും എൻ്റെ കൂടെ നിന്നൊരു സ്നാപ്പ് എടുത്തിട്ട് നിങ്ങൾ 9 പേര് നിങ്ങളുടെ വാട്സാപ്പ് സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുമ്പോൾ അത് ചർച്ചയാവും. ഇതെന്താ ഇതിൽ ദിനേശ് ഇല്ലാത്തത് എന്നുള്ളത് ചോദ്യമാവുമല്ലോ, പലരും ചോദിക്കും. ആ ചോദ്യം ഉയരണം. അവനിട്ടൊരു കൊട്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കൊടുക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കും ഇദ്ദേഹം ഇവരെല്ലാം വിളിച്ചു വരുന്നത്. ഇവർക്കും അറിയാൻ കാര്യം ദിനേശിനെ ഒഴിവാക്കിയിട്ട്
അതായത് അദ്ദേഹത്തോടൊപ്പം ഒന്നിലധികം, ഒന്നൊന്നല്ല, 1, 2, 3, 4, 5, 6 സിനിമകൾ വർക്ക് ചെയ്ത ഒരാളേ ഉള്ളൂ, അത് ഞാനാണ്. ഇതെല്ലാം 1ഉം അരയും മുക്കാലും ഒക്കെ എടുത്തു പോയവരാ. പക്ഷെ അവരെല്ലാം വിളിച്ചപ്പോൾ അവരെല്ലാം കൃത്യസമയത്ത് അവിടെ എത്തി. ഞാൻ പറഞ്ഞ ആ സീരിയലെടുത്ത് നിർമ്മാതാവ് എന്നുള്ള പേര് വെച്ച് എന്നെയും സുകുമാര ഷാർജി പറ്റിച്ച ദ്രോഹി എടുത്തു കൊടുത്ത പടമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവർ എന്താ പറയുക, ചെന്ന് നിന്ന് കൊടുത്തപ്പോൾ എനിക്കത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവനിട്ടൊരു കൊട്ടാണല്ലോ കൊടുക്കുന്നതെന്ന് തോന്നിയപ്പോൾ ഇവർക്കുമൊക്കെ സന്തോഷം തോന്നിക്കാണും. അവൻ നിഷേധിയല്ലേ, ഗുരുവിനിട്ട് പാര വെച്ച് കാണും എന്ന് ഈ 8 പേരും വിചാരിച്ച് കാണാം, 9 പേരും. പക്ഷെ അവർക്കറിയാം ദിനേശ് ഒരിക്കലും അയാളുടെ ഗുരുനാഥന് പാര വെച്ച് കാണില്ല. അയാളെ എന്താ പറയുക, കായും പൂവും ഒക്കെ വിളിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞ ആളല്ലേ ദിനേശ്. അതിലൂടെ ലക്ഷങ്ങളെങ്കിലും നേടിക്കാണുമെന്നൊക്കെ ഈ 9 പേര് പറഞ്ഞാൽ സംതൃപ്തനായി അദ്ദേഹത്തിന് ചാകാം എന്ന് അദ്ദേഹം കരുതി കാണും, ഈ പോയ 9 കരുതി കാണും. ശിഷ്യർക്ക് ഇതിൽ പല ആനന്ദം എന്ത് കിട്ടാനുണ്ട്? ദിനേശിനിട്ട് അവസാനമായിട്ട് ഒരു ആപ്പ് വെച്ച് കൊടുത്തിട്ട് ദിനേശിൻ്റെ ഗുരുനാഥൻ പോകുമ്പോൾ ഞങ്ങൾ 9 പേരും ഞങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് യവനിട്ടൊരു പണി കൊടുക്കാനുള്ള ഒരു അവസരം ഗുരുനാഥൻ ഉണ്ടാക്കി തന്നല്ലോ എന്നുള്ള സന്തോഷം അവർക്കും ഉണ്ടാവാം. ഇവിടെ വേണമെങ്കിൽ പണ്ടൊരു ഒരു വൃത്തിയുടെ കഥ പറയാം. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ ദ്രോഹിക്കാവുന്ന അത്രയും മക്കൾ ദ്രോഹിച്ചു. സമ്പന്നമായൊരു ഫാമിലിയില്ല, അച്ഛനെ ദ്രോഹിച്ചു, അല്ലെങ്കിൽ അച്ഛന് വിലയില്ലാതാക്കി. മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് ഉറപ്പായാൽ ഞാൻ ഈ തലയണ കീഴിൽ ഒരു കവറിൽ ഒരു 5-6 ചെറിയ ആണി പോലത്തെ കുറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ മക്കളും ഓരോന്നെടുത്ത് എൻ്റെ തലയിൽ അടിക്കണം. കമ്മുവിൻ്റെ തടിയിലുണ്ടാക്കിയതാണ്. അതെന്തിനാച്ചാ, എൻ്റെ ഉയിര് തല പിളർന്ന് പോകണം. അപ്പം നിങ്ങളിങ്ങനെ അടിക്കുമ്പോൾ അതിൽ കൂടെ അങ്ങ് പോകും. അതെൻ്റെ ഒരു ജീവിത അഭിലാഷമാണ്, ചെയ്യണം. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും മക്കളത് ചെയ്തു. കരയോക്കാരൊക്കെ വന്ന് ബോഡി കുളിപ്പിക്കാനെടുത്ത് കുളിച്ച് തലയൊക്കെ തോർത്തുമാണ് തലയിൽ എന്തോ തട്ടുന്നു. നോക്കിയപ്പോൾ തലയിൽ 4-5 ഇതുപോലെ ആണി പോലൊരു സാധനം തടി വെച്ചടിച്ച് വച്ചിരിക്കുന്നു. അപ്പോൾ മക്കൾ ഇത് അടിച്ചാണ് കൊന്നതെന്ന് ഈ കരയോക്കാർ വിചാരിച്ചു. അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. പോലീസ് വന്ന മക്കൾ പറഞ്ഞു, അത് അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു, തലയിൽ ഞങ്ങളിങ്ങനെ അടിച്ച് കയറ്റണം. മരിച്ച ശേഷം അച്ഛൻ ഇങ്ങനെ അടിച്ചാൽ കൊന്നത് വസ്തു ഒപ്പിക്കാൻ ഇവന്മാരെ പിടിച്ചകത്തിട്ട്. അപ്പോൾ പോകാൻ നേരത്ത് പോലും അച്ഛൻ മക്കൾക്ക് സ്വൈരം കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ സ്നേഹിച്ച, ഞാൻ ബഹുമാനിച്ച, ഞാനൊരു അനന്തരവനെ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവനെ പോലെ ബഹുമാനിച്ച ആളായിരുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാതിരുന്നിട്ടില്ല, ഏത് കാര്യവും. അങ്ങനെയുള്ള എന്നെ ദ്രോഹിക്കാനായിട്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ 9 മുറിയൻ ശിഷ്യന്മാരെ വിളിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുത്ത വകർക്ക് എന്ത് കിട്ടിക്കാണോ നിങ്ങൾ ആലോചിച്ച്. അതാണ് ആ മനുഷ്യൻ. ഈ പശുവിൻ്റെ ഈ എരുമയുടെയൊക്കെ മുതുകത്ത് മുറിവുകൾ വരും, അതിൽ പുഴു നരയ്ക്കും, ഇങ്ങനെ കുരുകുരു ഭയങ്കര കടിയായിരിക്കും. എൻ്റെ പാറുവിന് കൂടെ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പുഴു നരയ്ക്കുമ്പോൾ തൊടാൻ പറ്റാത്ത ഇടമായതിനാൽ സ്വന്തം വാലുകൊണ്ട് ഈ പശുവും കിടാവും ഒക്കെ ഇങ്ങനെ വാലുകൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വാലുകൊണ്ട് അടിച്ചാൽ ഈച്ച പോകുമെന്നുള്ളത്, അതിനകത്തുള്ള പുഴു പോകില്ല. അപ്പോൾ അതിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോഴാകും ഒരു കാക്ക പറന്ന് വരുന്നത്. കാക്ക വന്ന് ഈ പശുവിൻ്റെ പോത്തിൻ്റെ പുറത്തിരിക്കും. ഇരുന്നിട്ട് കാക്ക മുറിവിലുള്ള പുഴുവിനെ മുഴുവൻ ഒന്നൊന്നായി കൊത്തിപ്പെറുക്കി തിന്നും. അപ്പോൾ പശുവിനപ്പം നല്ല ആശ്വാസമാവും. പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും പമ്പ കിടക്കുമെന്ന് പറഞ്ഞ കണക്ക്. പോകുന്നതിന് മുമ്പ് ഗുരുവിന് എനിക്കിട്ടൊരു പാര വയ്ക്കണമെന്ന് തോന്നിയതിൻ്റെ സന്തോഷം അങ്ങേർക്ക് കിട്ടി. നമ്മൾ ചെയ്യാതെ തന്നെ അങ്ങേരിലൂടെ ദിനേശിനിട്ടൊരു പണി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഈ 9 തോന്നിക്കാണും. ഈ സ്ഥിതി വിശേഷമാണ് ഈ പടത്തിൽ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. എനിക്കിത് ഈ പടം കിട്ടിയപ്പോഴേ ഞാൻ ആലോചിക്കരുത്, എന്തിനാ ഇവർ തന്നെ ഈ നിൽക്കുന്ന 9 പറഞ്ഞ ഈ ഫോട്ടോ എടുക്കുന്നതിനടക്കം 9 1-2 പേരാണ് എനിക്ക് ഈ പടം അയച്ചു തന്നെ. എനിക്കിട്ട് ഒരു പണി കൊടുത്തല്ലോ എന്ന് ആശാനും, നമ്മളൊന്നും പറയാതെ തന്നെ ദിനേശിന് ആശാൻ തന്നെ ഉഗ്രം പണി കൊടുത്തല്ലോ എന്ന് ഈ ശിഷ്യന്മാർക്കും സന്തോഷമായി കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ നിൽക്കുന്നവരിൽ ഒരാൾക്കും എൻ്റെ സീനിയോറിറ്റി ഇദ്ദേഹത്തോടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഒരാൾ സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്.
അതിന് വഴിയുണ്ടാക്കിയത് എൻ്റെ കൂടെ പത്രപ്രവർത്തനത്തിന് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വന്നതിലൂടെ കിട്ടിയതുമാണ്. അയാളാണ് ഇതിൽ സീനിയർ. ബാക്കിയൊക്കെ ഒരു പടവും അരപ്പടവും മാത്രം ഗുരുവിനോടൊപ്പം സഹകരിച്ചവരാണ്. എന്തിനാവും അദ്ദേഹം എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയത്? മരണത്തോട് അടുക്കുമ്പോൾ കാണാൻ ചെന്നപ്പോൾ കാണാൻ സമ്മതിക്കാതെ മടക്കി വിട്ടത് എന്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ സിന്ധു കൂടെ പോയിരുന്നു. ഇൻഫെക്ഷൻ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് ആ ഇളയ കുട്ടി എന്നോട് പറഞ്ഞത്. വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല എന്നാണ് ഗുരുവിൻ്റെ ഈ ഇളയ സന്താനം എന്നോട് പറഞ്ഞത്. ഞാൻ എടുത്തുകൊണ്ട് നടന്ന സന്താനം പറഞ്ഞത്. ഈ 9 എണ്ണത്തിനെ വിളിച്ചു വരുത്തി പടമെടുത്താൽ ഇൻഫെക്ഷൻ പമ്പ കിടക്കുമെന്നായിരിക്കും ഈ കുട്ടിയും ഈ അച്ഛനും ഒക്കെ വിചാരിച്ചത്. പമ്പ കടന്നിരിക്കാം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം. ബാങ്കിൽ വലിയ ഒരു തുക ബാലൻസ് കാണിക്കണം. എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. മുദ്ര ശശി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രശസ്തനായ നിർമ്മാതാവ് മുദ്ര ശശിയുടെ മുദ്ര ഫിലിംസിൻ്റെ ഓഫീസിൽ ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്ന ഫിലിം പെട്ടികൾ ചുമക്കുന്ന ഒരാളിൽ നിന്ന് ഇദ്ദേഹം എത്ര ലക്ഷം എന്നോട് ചോദിച്ചോ അത്ര ലക്ഷവും ഒരു രേഖയും ഇല്ലാതെ ഞാൻ വാങ്ങിക്കൊടുത്തു. പറഞ്ഞ ദിവസം തന്നെ കൃത്യമായിട്ട് ആ തുക മടക്കി തരികയും ചെയ്തു. കള്ളം പറയാൻ പാടില്ലല്ലോ. പക്ഷേ പലിശ വല്ലതും കൊടുക്കണോ ദിനേശ് എന്ന് പുള്ളി ചോദിച്ചില്ല. പലിശയ്ക്കാണ് ഞാൻ എടുത്തത്. ആ പലിശ ഞാൻ ആദ്യമായി ഇവിടെ പറയുകയാണ്, ആ പലിശ ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രാമചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ഇപ്പം മണക്കാട് രാമേന്ദ്രൻ എന്ന് പറയാൻ ഒക്കില്ല. അത് മറ്റേ വയലാറിൻ്റെ സംഘടന കൊണ്ട് നടക്കുന്ന മണക്കാട് രാമേന്ദ്രനാണെന്ന് വിചാരിക്കും. വേറൊരു രാമേന്ദ്രൻ ഉണ്ട് മണക്കാട്. രാമേന്ദ്രൻ്റെ നിന്നാണ് വാങ്ങിച്ചു കൊടുത്തത്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കാണാൻ വന്നാൽ ഞാൻ രാമേന്ദ്രനെ കൊണ്ട് പറയിച്ചു തരാം ഈ ലക്ഷത്തിന് ഞാൻ പലിശ കൊടുത്തോ ഇല്ലയെന്ന്. അടുത്തത് അദ്ദേഹത്തിൻ്റെ കാറ്റും മഴയും എന്ന് പറഞ്ഞ സിനിമയുടെ പൂജ. മോഹൻലാലാണ് സ്വിച്ച് ഓൺ. എറണാകുളത്ത് ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ സ്റ്റാർ ഹോട്ടലിലാണ് സ്വിച്ച് ഓൺ. തലേന്ന് രാത്രി തന്നെ ഞാൻ എത്തി. ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് അദ്ദേഹം റൂമൊക്കെ പറഞ്ഞു സംവിധായകൻ. അങ്ങനെയാണ് ഞാൻ ചെന്നത്. രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ എന്നെ മാക്ടയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ദിനേശേ, നിങ്ങളുടെ പഴയ ഗുരുനാഥൻ്റെ പടത്തിന് നാളെ രാവിലെ വിളക്ക് കൊളുത്താനായി ലാൽ സാർ വരില്ല എന്ന് പറഞ്ഞത് ഞാൻ വരാൻ സമ്മതിക്കില്ല. കാറ്റും മഴയും എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് എറണാകുളത്തുള്ള ചെറുപ്പക്കാരനായി ഇപ്പോൾ തിരക്കഥയും വെബ് സീരിയലും സിനിമയൊക്കെ എടുത്ത നജിം ഗോയ എന്ന് പറഞ്ഞ യുവാവിൻ്റെ കഥയാണ്. NMDCയിലെ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അപേക്ഷിക്കാനെന്ന് ചോദിക്കാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നതാണ് ഈ നജിം ഗോയ. NMDCയിൽ അപേക്ഷിക്കാൻ നിങ്ങളെന്താ സിനിമ പോലെ ചെയ്യുന്നു? ആ സിനിമ ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നല്ല കഥകളെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊടുത്ത കഥയാണ് കാറ്റും മഴയും. കഥയ്ക്ക് പ്രതിഫലം കൊടുക്കുകയോ നാളത്തെ പൂജയ്ക്ക് അയാളെ ക്ഷണിക്കുകയോ അവിടെ വയ്ക്കുന്ന വലിയ ഫ്ലെക്സിൽ അയാളുടെ പേര് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ലാൽ സാറിനെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അർത്ഥഗർഭമായി ഒരു മടിയുമില്ലാതെ എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അടുത്ത മുറിയിലുള്ള ഗുരുനാഥനെ ബന്ധപ്പെട്ടു ഫോണിലൂടെ. ഞാൻ കാര്യം പറഞ്ഞു, നാളെ മോഹൻലാൽ വരില്ല. ഉണ്ണികൃഷ്ണൻ വിളിച്ചിങ്ങനെ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിയതാ ദിനേശ്, ഞാൻ തിരുത്താമത്. ദിനേശ് ഒന്ന് ഇടപെട്ട്. ഉണ്ണികൃഷ്ണൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണനോട് സ്ഥായിയായ ഉണ്ണികൃഷ്ണൻ എന്നോട് ദേഷ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നില്ല. എന്നോട് കാണിച്ച മോശത്തരം കൊണ്ട് ഞാൻ രാജിവെച്ച് പോയതിൻ്റെ ഒരു പകയായൊക്കെ കാണുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നിങ്ങളിൽ ആരെങ്കിലും ഇത് കാണുന്നവർ ബി ഉണ്ണികൃഷ്ണൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ക്രൗൺ പ്ലാസയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, അത് താങ്കൾ വിളിച്ച് ദിനേശിനോട് സംസാരിച്ചിരുന്നു എന്ന് കേട്ടാൽ എൻ്റെ വിശ്വാസം അയാൾ വിശദമായി നിങ്ങൾക്കത് പറഞ്ഞു തരും എന്നാണ്. ഞാൻ ഇടപെട്ടു. ഉണ്ണികൃഷ്ണൻ വഴങ്ങി. മോഹൻലാൽ രാവിലെ ക്രൗൺ പ്ലാസയിൽ വന്ന് വിളക്കിൻ്റെ തിരികൾ കൊളുത്തി. എനിക്ക് തോന്നുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഫാസിലിൻ്റെ പടത്തിൽ എന്തോ ആണ് അപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കൊളുത്തിയിട്ട് വേണം അദ്ദേഹത്തിന് ആലപ്പുഴയ്ക്ക് പോകാൻ. ഞാനും പൂജ കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ണികൃഷ്ണനും എൻ്റെ ഗുരുനാഥനും കൂടി ഒരു മുറിയിലേക്ക് കയറി. ഉണ്ണികൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു എന്നല്ല പറയണ്ടേ, അതിനപ്പുറം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമാണ്. ഡയറക്ടർ ഒന്ന് വേർത്തു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഉണ്ണി, സോറി എന്നൊരു 10,000 വട്ടം അദ്ദേഹം ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു. ഇത് ആവർത്തിക്കില്ല ഉണ്ണി, ഞാനത് കഥയുടെ ക്രെഡിറ്റ് അയക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാശ് 50,000 രൂപ അതും കൊടുക്കാം. അപ്പോൾ തിരക്കഥ എഴുതുന്നത് പ്രശസ്ത ചെറുകഥാകൃത്തായ സന്തോഷ് എച്ചിക്കാനമാണ്. സന്തോഷ് എച്ചിക്കാനം എന്നോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ, ഞാൻ ഉറപ്പ് തരുന്നു, നാളെ മുതൽ വരുന്ന വാർത്തകളിൽ ഞാൻ പറയാം കഥ നജിം ഗോയയുടെ ആണെന്നും തിരക്കഥയാണ് ഞാൻ എഴുതിയതെന്നും ഞാൻ പറയാം, ഒപ്പം കാശും വാങ്ങിക്കൊടുക്കാം. ഒരിക്കലത്തേക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ തിരക്കഥ എഴുതിയ സന്തോഷ് എച്ചിക്കാനത്തിനെ പുള്ളി പറ്റിച്ചു, കള്ളച്ചെക്ക് കൊടുത്തു. എച്ചിക്കാനം പയ്യന്നൂരുള്ള കോടതിയിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്തു. അയാൾ എച്ചിക്കാനം അവിടുത്തെ എന്തോ ആണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ദിനേശേ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ സിറ്റിയിലുണ്ട്. നിങ്ങൾ എങ്ങനെ വന്നത്? ഞാൻ എന്ത് സാർ? അല്ല കാറോ സ്കൂട്ടറോ? ഞാൻ പറഞ്ഞു കാറ്. ഒന്ന് വീട്ടിൽ വന്നേ, എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കണം. ഞാൻ കാറും കൊണ്ട് വന്ന് വൈകുന്നേരം ഇദ്ദേഹത്തെ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. ട്രെയിൻ വരുന്നവരെ കൂടെ വന്നു. ഗുരുവല്ലേ. ഞാൻ ചോദിച്ചു എവിടെ പോകണം? പയ്യന്നൂർ വരെ പോകണം. ആ സന്തോഷ് എച്ചിക്കാനം കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു. ഞങ്ങൾക്ക് എന്തിനി? അല്ല അയാൾക്ക് ആ തിരക്കഥ എഴുതി എൻ്റെ ബാക്കി പൈസ കൊടുക്കാത്തതിന്. ഇതെല്ലാം നിർമ്മാതാവിൻ്റെ നിന്ന് വാങ്ങിച്ചു. പടം റിലീസ് ചെയ്തില്ല. ഒരു കൊച്ചു പയ്യനാവാ നിർമ്മാതാവ് അരുണിനെ ഞാൻ വിളിക്കുന്ന വേദി നിൽക്കുന്ന കോടീശ്വരൻ എന്നാണ്. ഇത്രയും കോടികൾ മുടക്കിയിട്ട് 8-10 വർഷമായിട്ട് ആ പടം റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പയ്യന്നൊരു കോടതിയിൽ പോയി പുള്ളി ജാമ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് പൈസ കൊടുത്തു. സന്തോഷ് എച്ചിക്കാനത്തിനെ സെറ്റിൽ ചെയ്തു. അപ്പോൾ സന്തോഷിനെ പറ്റിക്കാൻ നോക്കി. പിറ്റേ വർഷം സിനിമ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക. മികച്ച തിരക്കഥാകൃത്ത് എൻ്റെ ഗുരുനാഥൻ, സിനിമ കാറ്റുമഴി. സത്യം പറഞ്ഞാൽ നജീം കോയെ പറ്റിച്ചു. ഞാൻ ഉടൻ വിളിച്ചു, അവാർഡൊക്കെ കണ്ടോ? ഞാൻ കണ്ടു, അതുകൊണ്ടാണ് വിളിച്ചത്. എന്ത് പറയുന്നു? ഞാൻ സാർ ഏതിൻ്റെ കഥയുടെ അവാർഡ് വാങ്ങിച്ചേ? നജീം കോയയുടെ കഥയ്ക്ക് സാർ അവാർഡ് വാങ്ങിച്ചല്ലേ? അയാളുടെ അല്ലേ കഥ? വല്ല പത്രത്തിലും വരുന്ന കട്ടിങ്സ് എടുത്തോണ്ടെന്ന കഥയാവണം എങ്ങനെ? ഞങ്ങൾക്ക് ഈ ഹാജിയാർമാരുടെ വീട്ടിലെ ജീവിതകഥ സാറിന് എങ്ങനെ അറിയാം? നജീം കോയ ഒരു മുസ്ലിം ആയിട്ട് അറിയാം. വളരെ മോശമായിപ്പോയി സാർ. എന്നെ ചതിച്ചതാണ് സാർ. കാരണം ഞാനാണ് അതിൻ്റെ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്തത്. മേലാൽ എന്നെ വിളിക്കരുത് എന്ന് ഞാൻ വാണിംഗ് കൊടുത്ത അവസാനിപ്പിച്ചു. അന്ന് അങ്ങനെ വാണിംഗ് കൊടുത്തെങ്കിലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ചെയ്തത് തെറ്റല്ല എന്നാണ്. കാരണം ഒരു ഗുരുനാഥൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, കണ്ടവൻ്റെ കഥ എടുത്തിട്ട്. ഈ വിഷയം ഫിഫ്കയിൽ പരാതിയായി വന്നു. നജീം കോയ പരാതി കൊടുത്തു. അന്ന് ഞാനും സംവിധായകൻ കമലും ഒക്കെ ഫിഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ കമൽ എന്നെ വിളിച്ച് പുറത്തുകൊണ്ട് കേട്ട് പറഞ്ഞു, ദിനേശ് ഇവിടെയുള്ള ഈ ഫിഫ്ക എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 21 പേരാണ്. അവരിൽ എൻ്റെ ഈ ഗുരുനാഥനോടൊപ്പം സഹകരിച്ചാൽ എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ഞാൻ പേര് പറയാതിരിക്കുന്നത്, ഹരിച്ചേട്ടനോടൊപ്പം സിനിമയിൽ സഹകരിച്ച നമ്മൾ 2 പേരേ ഉള്ളൂ, ഞാനും ദിനേശ്. നമ്മൾ ഹരിച്ചേട്ടന് വേണ്ടി നിൽക്കണം. ആ നജീം കോയ ഫിഫ്ക മെമ്പറൊന്നും അല്ലല്ലോ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഇരച്ച് കയറി. നല്ല ബന്ധമായിരുന്നു ഞാനും കമലൊരു പുസ്തകം എഴുതിയാൽ അതിൽ ഒപ്പിട്ട് തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ്. എനിക്ക് വേണ്ടി ഒരു സീരിയൽ മഴവിൽ മനോരമയിൽ അന്നുണ്ടായിരുന്ന മഹാനെ വിളിച്ച് ഒരു സീരിയൽ ദിനേശിന് കൊടുക്കണേ, അവൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. അതൊന്നും ഞാൻ മറക്കില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിന്നാൽ മതി, ഞാൻ നിൽക്കില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞതിനാലാണ് അന്ന് മുതലാണ് കമൽ എന്നോട് പിണങ്ങിയത്. പിന്നെ പെണ്ണുടി കേസ് വന്നപ്പോൾ കൂടുതലായി ആ പിണക്കം. ഞാൻ കേസ് പ്രോഗ്രാം ചെയ്തല്ലോ, അതോടുകൂടി വർഗശത്രുവാക്കി എന്നെ പോക്സോ കേസിൽ പ്രതിയാക്കിച്ചു. പങ്കജ് ഹോട്ടൽ നടത്തുന്ന ചന്ദ്രസേന നായർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ സുരേഷ് കുമാറിൻ്റെ അളിയൻ. ചന്ദ്രസേന നായർ കെ ജയകുമാർ IAS വെച്ച് വർണ്ണച്ചിറകുകൾ എന്ന സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എടുത്തു. ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. എൻ്റെ ജോലിയിലെ കൃത്യത കണ്ടിട്ടാകണം അടുത്ത പടം എനിക്ക് തന്നു ചന്ദ്രസേന നായർ, സേനൻ ചേട്ടൻ എന്ന് പറയാം. ഞാൻ കഥ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ ഗുരുനാഥനോട് ഈ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ഒരു കഥ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ പണ്ട് N. മോഹന സാറിൻ്റെ ഒരു കഥ വാങ്ങി സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സാറിൻ്റെ കയ്യിലുണ്ട്. 10-15 വർഷമായിട്ട് പെട്ടിയിരിക്കുകയാണ്. അതെനിക്ക് തരുമോ? നിങ്ങൾ എന്താണ് മേലാൽ ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ. ഞാൻ ചിലപ്പോൾ മരിക്കുന്നവരെ ആ സിനിമ ചെയ്തില്ല എന്ന് വരും. പക്ഷേ ആ കഥ ദിനേശ് ചോദിക്കുന്നത് ശരിയാണ്. ഞാൻ അങ്ങനെയല്ല സാർ, വെറുതെ ഇരിക്കുന്നു. അന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ സാറിൻ്റെ കൂടെ മാസങ്ങളോളം കൂടെ നടന്നിട്ട് എനിക്ക് ബസ് കൂലി പോലും സാർ തന്നിട്ടില്ല. ആ കഥ തന്നാൽ സാറ് പറയുന്ന പൈസയും തിരക്കഥയ്ക്ക് എത്ര രൂപയാണോ ആ പൈസയും സാറിൻ്റെ പേര് കടിച്ചും വയ്ക്കാം. ഗുരുനാഥൻ എഴുതിയ കഥയ്ക്ക് ശിഷ്യൻ സംവിധാനം ചെയ്തൊന്നും ആവില്ലോ എന്നായി ഞാൻ. അതൊന്നും ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ലെഫ്റ്റായിട്ട് അടിച്ചു. എന്നിട്ട് എൻ്റെ ചോദിച്ചു, ഈ കുട്ടികളുടെ സിനിമ ചെയ്യാനൊക്കെ ഇപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടുമോ? എന്നിട്ട് അവൻ എനിക്ക് കിട്ടി. ഞാനിങ്ങനെ ജയകുമാർ സാർ ചെയ്ത വർണ്ണച്ചെറുകളുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ജയകുമാർ സാർ ഒഫീഷ്യലായിട്ടുള്ള തിരക്കുകൊണ്ട് ഡൽഹി കേരള പറന്നപ്പോൾ ഈ 16mm ഫിലിമുമായിട്ട് മദ്രാസിൽ പോയൊക്കെ വേണ്ട പണികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ പണി നടക്കുന്നതിനിടയിൽ സേനൻ ചേട്ടന് സുഖമില്ലാതായതുകൊണ്ടായിരിക്കണം. കൃത്യമായി പടം തീർത്തെടുത്തതുകൊണ്ട് ആ സ്നേഹം കൊണ്ടായിരിക്കണം എനിക്ക് അടുത്ത പടം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ തന്നെ. സേനാണോ പ്രൊഡ്യൂസർ? എവിടെയെങ്കിലും കഥ നോക്കൂ കേട്ടോ ഞാനങ്ങ് പോയി. വൈകുന്നേരം ആയപ്പോൾ സേനൻ ചേട്ടൻ വിളിക്കുന്നു, ദിനേശേ
നമ്മൾ തമ്മിലൊരു സിനിമ ചെയ്യുന്നു എന്ന് ദിനേശ് ആരോടെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോട്? ഞാൻ ഇങ്ങനെ ഹരികുമാറിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, അത് തരുമെന്ന് ചോദിച്ചു. എന്ത്? അല്ല, ഹരികുമാർ വിളിച്ചിരുന്നു. അയാളിൽ തിരക്കഥ എഴുതാനൊന്നും റൂമിനൊന്നും ചിലവിടണ്ട, ഞാൻ ഒരു തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്, മനോഹരമായ ഇതാണ്, നമുക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് പറയട്ടെ ദിനേശ്? ഞാൻ പറഞ്ഞു ചേട്ടൻ പറ, ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്തു. എന്ന് മാത്രമല്ല, ആ സിനിമയിൽ ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലയം എന്ന് പറഞ്ഞ സീരിയലിലെ നായികയെ വേണമെന്ന് പറഞ്ഞപ്പോൾ നായികയെ ബുക്ക് ചെയ്ത് കൊടുത്തു. അതിൽ അമ്മ വേഷം ചെയ്യുന്ന ബിന്ദു രാമകൃഷ്ണനെ ബുക്ക് ചെയ്ത് കൊടുത്തു. എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പുള്ളി എന്നെ വിളിച്ച് പറയണം, പുള്ളിക്ക് അതിലൊന്നും ഇതിൽ അപാര തൊലിക്കെട്ടികളുണ്ട്. ആ ദിനേശ്, ആ നായിക കുട്ടിയെ കിട്ടുമോ? നമുക്ക് കിട്ടും, ഒന്ന് സംസാരിക്കും. ആ ബിന്ദു രാമകൃഷ്ണന് കിട്ടും. എല്ലാം അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു. എങ്ങനെയും പടം ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ പ്രൊഡ്യൂസർ അടിച്ചുകൊണ്ട് പോയിട്ട് പോലും ഞാൻ പിണങ്ങാത്ത ആളാണ്. അതാണ് പുലർവട്ടം എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതൊരു ഗുരുദക്ഷിണയായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച ആളാണ് ഞാൻ. 1 കോടിയിലധികം കടം കയറി ദിനേശും അയാളുടെ ഭാര്യയും കൂടി എറണാകുളത്തേക്ക് മുങ്ങാൻ പോവുകയാണ്. വീടും വസ്തുവും വയലും എല്ലാം മോൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടാണ് മുങ്ങൽ. ആര്? ദിനേശ് മുങ്ങയാണ്. വയലും വീടും തറയും എല്ലാം മോൻ്റെ പേര് എഴുതി വെച്ചിട്ട് മുങ്ങയാണ്. എന്നെ ഗുരുനാഥൻ പരിചയപ്പെടുത്തിയ ടാറ്റ അലയൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞതാണിത്. കേട്ടോ, അറിഞ്ഞോ? നമ്മുടെ ദിനേശ് മുങ്ങയാണ്. അയാളുടെ വീടും വയലും പറമ്പും എല്ലാം മോൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് അയാളും ഭാര്യയും കൂടെ മുങ്ങുന്നു. അപ്പോൾ മോൻ തിരുവനന്തപുരത്ത് അനാഥനായിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു. എന്താണെന്നോ പുള്ളി അങ്ങനെ പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടിക്ക് എന്നോട് ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. അവളെന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ അനുജൻ്റെ ഭാര്യയോട് തിരക്കി, ഇങ്ങനെ ദിനേശ് സാർ മുങ്ങയാണോ? വീട് സ്ഥലവുമാണെങ്കിൽ SBIയിൽ ലോണിലാണ്. വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ ലോൺ എടുത്തു. വയലുകൾ 3 2 സഹകരണ സ്ഥാപനങ്ങളിൽ പണയം വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പ്രമാണം ഈ എടുത്ത ലോൺ എവിടുന്നാണ് എടുത്തത്, ആ ബാങ്കുകളിലും ആ സഹകരണ ബാങ്കിലും ഒക്കെ ഇരിക്കും. ആ വസ്തു ഞാൻ എങ്ങനെ മോൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് ഇദ്ദേഹം ആലോചിച്ചില്ല. ഇദ്ദേഹം ചുമ്മാ ഒരു ഗുണ്ടടിച്ചതാണ് ആ പെൺകുട്ടിയോട്. ഭാഗ്യലക്ഷ്മി കൊടുത്ത കേസിൽ, ശബ്ദം കൊടുക്കുന്ന ഭാഗ്യലക്ഷ്മി ഉണ്ടല്ലോ, അവർ കൊടുത്ത കേസിൽ സൈബർ പോലീസ് എന്നെ ഇടിച്ച് സൂപ്പാക്കിയെന്ന് ഒരു SI, സൈബർ പോലീസിലെ ഒരു SI ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നടന്ന, വർഷങ്ങളോളമായി എൻ്റെ കൂടെ നടക്കുന്ന, നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃത്തിൻ്റെ അപേക്ഷാ ഫോം വരെ ഫില്ലപ്പ് ചെയ്ത ദിനേശിനെ ഇടിച്ച് ഈഞ്ചപ്പരുവമാക്കിയെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞാൽ, നിങ്ങളത് ചെയ്തത് ഭയങ്കര ദ്രോഹമായിപ്പോയി, എന്തിനാണ് നിങ്ങളിങ്ങനെ, അയാളങ്ങനെ ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്യാത്ത ഒരാളല്ലേ എന്നല്ല പുള്ളി ചെയ്തത്. പുള്ളി എന്താ അറിയാം, അപ്പം തന്നെ കല്ലു ടെന്നീസ് അടക്കമുള്ള സിനിമാ രംഗത്തുള്ള ഒരുമാതിരിപ്പെട്ട പരിചയക്കാരൻ മുഴുവൻ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞോ ആ ദിനേശിനെ സൈബർ സെല്ലുകാർ ഇടിച്ച് ഈഞ്ചപ്പരുവാക്കി കേട്ടാ ആ ഭാഗ്യലക്ഷ്മി എടുത്ത കേസിൽ. ഇങ്ങനെ അങ്ങനെ ആഘോഷിച്ചു. നിങ്ങൾക്ക്, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ കല്ലു ടെന്നീസ് ജീവിച്ചിരിപ്പട്ടെ ചോദിച്ചു നോക്ക്. ഒരു മോശം വാക്കുകൊണ്ട് പോലും സൈബർ പോലീസ് എന്നെ നോവിച്ചിട്ടില്ല. എവിടെയും തല ഉയർത്തി എന്ന് തന്നെ പറയാം. അത് ഈ സൈബർ പോലീസുകാർക്ക് യൂണിഫോം ഇല്ലല്ലോ. എന്തിനാണ് താങ്കൾ എവളെയൊക്കെ പറ്റി എഴുതണേ? താങ്കൾക്ക് വേറെ എന്തെല്ലാം കഥകൾ പറയാം. താങ്കളുടെ കഥ സ്ഥിരമായി കാണുന്ന ആളാണ്. ഇനി ഇവരെ പറ്റി ഒന്നും എഴുതരുത് കേട്ടോ എന്നാണ് അവിടുത്തെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന DYSP എന്നോട് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ നാണം തോന്നി എന്നോട്. ഞാൻ ഇല്ല സാർ, ഇനി അവരെ പറ്റി പറയില്ല. എന്നെയാണ് ഈഞ്ചപ്പരുവാക്കി വിട്ടത്. അതുപോലെ ഒരു ദിവസം പുള്ളി എന്നെ വിളിക്കുകയാണ്, ദിനേശേ, എൻ്റെ ഒരു അനന്തരവള് ദിനേശിനെ കാണാൻ വരും, ഒരു ചെറിയ സഹായം ദിനേശ് ചെയ്തു കൊടുക്കണം. അനന്തരവൾ എന്നെ കാണാൻ വന്നു. കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ടാറ്റ AIG എന്ന് പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഏജൻ്റാണ് ഈ പെൺകുട്ടി. ഒരു പോളിസി എടുത്ത് സഹായിക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഞാൻ സഹായിച്ചു, ഗുരുനാഥൻ പറഞ്ഞതല്ലേ. എനിക്കറിയാത്ത ഏത് അനന്തരവൾ എന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. നീ ആരുടെ മോളാ? നീ അദ്ദേഹത്തിന് അനന്തരവൾ എന്നാണല്ലോ പറയണേ. ഒരു പോളിസിക്കായി അദ്ദേഹത്തെ വിളിച്ചതാ സാറേ. അദ്ദേഹം അത് താങ്കളുടെ തലയിൽ വെച്ച് തന്നേ ഉള്ളൂ, ഞങ്ങൾ ബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ തുറന്ന് പറയാം സാർ. അദ്ദേഹം നായരും ഞാൻ ആശാരി വിഭാഗത്തിലുള്ള കാർപ്പൻട്രി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ ബന്ധുവൊന്നും അല്ല സാർ എന്ന് അവർ പറഞ്ഞു. നല്ല സൗഹൃദമായപ്പോൾ ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞത്, ചന്ദ്രികയെ കാണും മുമ്പ്, ചന്ദ്രചേച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഭാര്യയാണ്, ചന്ദ്രികയെ കാണുന്നതിന് മുമ്പ് നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിയനെ എന്നാണെന്ന് അദ്ദേഹം പല പ്രാവശ്യം ഇപ്പോൾ ഫോൺ വിളിച്ച് പറയുന്നു. ഇങ്ങോട്ട് കൂടെ വിളിക്കുന്നു.
അപ്പോൾ പറഞ്ഞ ആ ചന്ദ്രയെ കാണും മുമ്പായിരുന്നു നിന്നെ ഞാൻ കിട്ടിയേനെ കേട്ടോ, നീ എന്തൊരു സുന്ദരി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അപ്പം തന്നെ ഒരു ഡയലോഗ് തിരിച്ചടിച്ചു കൊടുത്ത കൊച്ചിനോട്. ഈ ഡയലോഗ് എൻ്റെ ഗുരുനാഥൻ 61 പെണ്ണുങ്ങളോട് പറഞ്ഞത് എനിക്കറിയാം. നീ 62. അദ്ദേഹത്തിന് 70-നടുത്ത് പ്രായമായി. നിനക്കോ? എനിക്ക് 28 വയസ്സ് സാർ. നല്ല ചേർച്ചയായിരിക്കും കേട്ടോ, നിനക്ക് 28, കക്ഷിക്ക് 70. അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായം പോലും നിനക്കില്ല. AR റഹ്മാൻ്റെ ഒരു വലിയ ഷോ കൊച്ചിയിൽ ഐലൻഡിൽ നടത്തി, വനിതാ വീക്കിലിയുടെ. ഇദ്ദേഹം അതിൽ ജൂറി ആയിരുന്നു, വനിതയുടെ എന്തോ സെലക്ഷൻ ജൂറി ആയിരുന്നു. ഈ ഏജൻറ്റ് കൊച്ചിനോട് ചോദിച്ചു, റഹ്മാൻ ഷോ കാണുന്നോ? പാസ് തരാം, VIP. ടാറ്റയുടെ അതിലൊന്നും കിട്ടൂല നിനക്ക്, പക്ഷെ ഞാൻ VIP പാസ് തരാം, വരുന്നോ എന്നിട്ട്. അപ്പോൾ 10,000 രൂപ മുടക്കിയാൽ പോലും കിട്ടാത്ത VIP പാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയും ഭയങ്കര സന്തോഷിച്ചു. ഭർത്താവും 2 മക്കളുമായി ഏജൻറ്റ് കൊച്ചിക്ക് പോയി. പ്രോഗ്രാം ബ്രേക്ക് സമയത്ത് ഏജൻറ്റ് തപ്പി പോയി ഗുരുനാഥൻ്റെ അടുത്തെത്തി, വന്നു എന്ന് പറയാനായിട്ട്. കണ്ടു. ഞാൻ റൂം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു പോവാം, എനിക്ക് വനിതയുടെ കാറുണ്ട്. പറഞ്ഞു ഇല്ല സാർ, അത് വേണ്ട, ഞാനേ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. പുള്ളി ഞെട്ടി പൊട്ടി തെറിച്ച്. പുള്ളി വിചാരിച്ച ഒറ്റയ്ക്ക് ഭാര്യയും അല്ല ഭർത്താവും മക്കളും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വരുമോ, നല്ല കുടുംബത്തിൽ പറഞ്ഞതാണെങ്കിൽ. ആ കോമൺ സെൻസ് പോലും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എടുത്ത വേലെങ്ങനെ ചോദിച്ചു, ആര് പറഞ്ഞാ അവരെയൊക്കെ കൊണ്ടുവരാൻ? എന്തായാലും ഞാൻ വന്നിട്ട് വിളിക്കാം കേട്ടോ. വന്നിട്ട് ഇവരെ വിളിച്ചു. പക്ഷേ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൂടെ വന്നവരൊക്കെ 3 പേരില്ലേ, അവരൊക്കെ ഉറങ്ങുമ്പോൾ ഇങ്ങ് പോരെ, അവരുണരുമ്പോൾ അങ്ങ് പോവാം. ഏജൻറ്റ് ഫോൺ ഓഫാക്കി, റൂമിലെ റിസീവർ എടുത്ത് താഴെ വെച്ചു, സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ഇദ്ദേഹം വിളി വെളുക്കണവരെ വിളിച്ചാണ്, പക്ഷെ കിട്ടുന്നില്ല, ഫോണും കിട്ടുന്നില്ല, റൂമിലും കിട്ടുന്നില്ല. ആ കുടുംബം എണീറ്റപ്പോഴാണ് അറിയുന്നത്, വിളിച്ചപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഗുരുനാഥൻ എന്ത് ചെയ്യുന്നറിയാം, വെളുപ്പിന് തന്നെ ആ ദേഷ്യത്തിൽ മുങ്ങി ഹോട്ടലിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ റൂം വനിതക്കാരാണല്ലോ കൊടുക്കണേ, ഇവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന റൂം അവരിൽ നിന്ന് കാശ് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് പുള്ളി മുങ്ങി. അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയുകയാണ്, കാരണം ആ പെൺകുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. എന്നിട്ട് ഇപ്പം നല്ല രസമല്ല, ഗുരുനാഥൻ നൂത്ത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി എന്നെ വിളിച്ചു, കാര്യം പറഞ്ഞു. എനിക്ക് കേട്ടോ മനസ്സലിവ് തോന്നി. സിന്ധു പറഞ്ഞെങ്കിൽ കൊന്നോളാം ഞാനപ്പോൾ തന്നെ ഷിജി പട്ടണം എന്ന് പറഞ്ഞ എൻ്റെ സിനിമയുടെയൊക്കെ കലാസംവിധായകനായിരുന്ന ഷിജി പട്ടണത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഷിജി, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലി ഇന്ന ഹോട്ടലിൽ താമസമുണ്ട്, അവർ വരുമ്പോൾ അവരുടെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു, ഇപ്പം റൂം വെക്കറ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, നീ ഒരു കാര്യം ചെയ്യും, അവരുടെ കൈ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു 5,000 രൂപ കൊടുക്ക്. അവൻ കൊണ്ട് കൊടുത്തു. അവർ തിരുവനന്തപുരത്തേക്ക് സുഖമായിട്ട് ട്രെയിനിൽ ഇറങ്ങി പോരുകയും ചെയ്തു. എന്തിനാണ് അവരെ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറ്റിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഗുരു ബബ്ബ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനത് അറിഞ്ഞല്ലോ എന്നാണ് പുള്ളി അറിയുന്നത്. ഈ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഉത്തരമാണ് ബഹിരസം. പാസ് ആരാ കൊടുത്തേ? സാറ്. ഞാനോ? ദിനേശ് കൊടുത്തു എന്നാണല്ലോ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. മനസ്സിലായ? എനിക്ക് വനിതയായിട്ട് യാതൊരു ബന്ധവുമില്ല, പാസും ഇല്ല, ബന്ധവുമില്ല. ആ കുട്ടി സാറ് കൊടുത്താണ്, പാസും കൊണ്ടാണ് VIP പാസും കൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഉത്തരം കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞത് അവരെന്നോട് പറഞ്ഞത് ദിനേശ് പാസ് കൊടുത്തു എന്നാണല്ലോ. അതാണ് കക്ഷി, എൻ്റെ ഗുരുനാഥൻ. മരിച്ചുപോയ ശേഷവും ഇതേപ്പറ്റി പറയേണ്ടി വരുന്നത്, മരിക്കും മുൻപെങ്കിലും നല്ല മനുഷ്യനാകണമായിരുന്നു. അത് ഞാനായാലും നിങ്ങളായാലും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാവം, എന്നെ വളരെ ഇഷ്ടമായിരുന്നൊരു സഹോദരനെ പോലെ ചന്ദ്ര ചേച്ചിക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, ക്യാൻസറായിരുന്നു. എല്ലാം സഹിച്ച് 2 പെൺമക്കൾക്കായി ജീവിച്ച കുലീനായ ഭാര്യയായിരുന്നു ചന്ദ്ര ചേച്ചി. വിവരം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓടി വീട്ടിൽ ചെന്നു. പാറയ്ക്ക് കാറ്റ് പിടിച്ച മാതിരി അദ്ദേഹം ഇരിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന മഹാന്മാരിൽ പലരും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഞാൻ തലേദിവസം ഈ അറിഞ്ഞ ഉടൻ തന്നെ ചെന്നു. പിറ്റേന്ന് ശാന്തി കവാടത്തിൽ അടക്കുന്ന സമയത്ത്, എന്തായാലും കുറേ കാലം കൂടെ ഭാര്യയായിട്ട് ജീവിച്ച സ്ത്രീയല്ലേ, ആരെയൊക്കെ വേറെ എവിടെയൊക്കെ പെണ്ണ് പിടിക്കുവാൻ പോയാലും പാവം തോന്നും, അപ്പോഴൊരു ദൗർബല്യം തോന്നാം. കൺട്രോൾ പോയി അദ്ദേഹം കരഞ്ഞു. പെൺമക്കൾ പോലും
അച്ഛനെ ആശ്വസിപ്പിക്കാനായി അടുത്ത് വന്നില്ല. അവർ നോക്കിക്കൊണ്ട് നിന്നു. അവരും സങ്കടപ്പെട്ട് നിൽക്കുകയല്ലേ. ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് എൻ്റെ ഗുരുനാഥനെ പിടിച്ചണച്ചു. അദ്ദേഹത്തിന് അപ്പോൾ ആശ്വാസം തോന്നിക്കാണും. ഏറെ നേരം എൻ്റെ നെഞ്ചിൽ കിടന്ന അദ്ദേഹം തേങ്ങി തേങ്ങി കരഞ്ഞു. കത്തിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ദിനേശ് എങ്ങനെ വന്നേ എന്നിട്ട് ഞാൻ അപ്പോൾ സ്കൂട്ടറിലാണ് ചെന്നേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിൽക്കുന്ന കിങ്കരന്മാരെ കൂടെ ഇല്ലാത്ത ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട്, ആര്യനാട്ടുകാരൻ, ഒരു വിനോദ്, KSFയിൽ മാനേജരാണിപ്പോൾ. പിന്നെ അതിനെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവനെ ഈ ഫോട്ടോയ്ക്ക് നിൽക്കാൻ വിളിക്കാത്തത്. ഞാൻ അവൻ്റെ ചോദിച്ചു, നീ എങ്ങനെ വന്നു? ഞാൻ കാറിൽ. എടാ സാറിനെയും പിള്ളേരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നീ ജോലിക്ക് പോകട്ടെ എന്ന്. അവൻ ജോലിക്ക് പോകാൻ വന്നതാണ്. ഞാൻ ഒന്നും മടിക്കാതെ മാരുതി കാർ എടുത്തുകൊണ്ട് വന്നു. ഫ്രണ്ടിൽ സാറിനെ ഞാൻ കയറ്റി, 2 മക്കളും പുറകെ കയറി അങ്ങ് പോയി. അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അവരുടെ സഞ്ചയനം കഴിയുന്നതിന് മുമ്പ് എന്നെ സൈബർ പോലീസ് തല്ലിച്ചതച്ചു എന്ന് ഗുരുനാഥൻ പറഞ്ഞു വരുത്തി. അതായത് ഭാര്യ മരിച്ച് സഞ്ചയനമായില്ല, സഞ്ചയനത്തിന് 2 ദിവസം മുമ്പ് കാണാൻ ചെന്ന ആളുകളുടെയൊക്കെ അറിഞ്ഞോ? നമ്മുടെ ശിക്ഷയില്ലേ ദിനേശ്, പോലീസുകാർ ഇടിച്ച് ഈഞ്ചപരുവാക്കി. മരിച്ച വീട്ടിൽ ഭർത്താവ് പറയാണ്, ഭാര്യ മരിച്ച് സഞ്ചയനം പോലും ആയിട്ടില്ല. എൻ്റെ നെഞ്ചി കിടന്ന് കരഞ്ഞ മനുഷ്യൻ പറയാണ് എന്നെ ഇടിച്ച് പരത്തിയെന്ന്. അതാണ് ആ മനുഷ്യൻ്റെ ഒരു സ്വഭാവം. ഞാനിതൊന്നും ഇപ്പോൾ പറയില്ലായിരുന്നു. മരിക്കും മുമ്പ് അദ്ദേഹം വിളിച്ചു കൂട്ടിയെടുത്ത ഈ ഫോട്ടോകൾ മാറി മാറി ഈ ഫോട്ടോയിൽ നിൽക്കുന്ന മഹാത്മാ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തരുന്നു. ഇപ്പോഴും പല തവണയായിട്ട് അയച്ചിരുന്നു. നീ കണ്ടില്ലേ നേരത്തെ ഞങ്ങൾ അയച്ചിട്ട്? 6 മാസം മുമ്പ് ഞാൻ അയച്ചിരുന്നല്ലോ. എന്നാ ഇപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി മാറി അയച്ചിരുന്നു. എന്തിനെന്ന് എനിക്കുണ്ടാ 3 പേരും മാറി മാറി എനിക്ക് ഈ ഫോട്ടോ അയച്ചു തരുന്നു. ഞാൻ ഗുരുനാഥൻ വേണമെങ്കിൽ 10 തള്ളക്ക് പറയട്ടെന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ. നിങ്ങൾ ആലോചിക്കുക, ഒരു ഫോട്ടോ എടുത്തു, അദ്ദേഹം മരിച്ചു, 1 വർഷം കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഇതിൽ 3 പേര് എനിക്ക് അയച്ചു തരും. കണ്ടാ ഫോട്ടോ കണ്ടാ, നീ ഇല്ലാത്ത ഫോട്ടോ കണ്ടടാ, ഞങ്ങൾ നിൽക്കണണ്ട എന്ന് പറഞ്ഞ് അയച്ചു തരും. അങ്ങനെ എന്നെ പ്രകോപിപ്പിച്ച് സഹി കെട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1-ലധികം സിനിമകൾ ചെയ്ത ഏക വ്യക്തി ദിനേശണ്ണ നിങ്ങൾ മാത്രമാണ്. 1 അരയും വർക്കുകൾ ചെയ്ത ഞങ്ങളെ കണ്ടോ അദ്ദേഹം വിളിച്ച് അവസാന ചിത്രമെടുത്തു എന്ന് എന്നെ ഓർമ്മിപ്പിക്കാനായിരിക്കണം ഇങ്ങനെ എനിക്ക് അയച്ചു തരുന്നത്. എൻ്റെ ക്ഷമ കെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതൊക്കെ തുറന്ന് പറയുന്നത്. പുറപ്പാടിൽ എന്നെ ഒരുപാട് ദ്രോഹിച്ച ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ നിൽക്കുന്നതിൽ ഒരാൾ അയാളാണ്. പുറപ്പാടിൻ്റെ വർക്ക് തീരുന്നതിന് മുമ്പ് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് മദ്രാസിൽ വെച്ച് ഞാൻ അയാളോട് പറഞ്ഞു, മദ്രാസിലല്ല ലൊക്കേഷനിൽ വെച്ച്, ഇനി 1 ലക്ഷം രൂപ തരാം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി വരില്ല എന്ന് അയാളുടെ പറഞ്ഞു. അപ്പോഴും അയാൾ ചിരിച്ചുകൊണ്ട് നിന്നു, ഒരു ആക്കി ചിരി. അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. പുറപ്പാടിന് പിന്നാലെ എഴുന്നള്ളത്ത് തുടങ്ങുമ്പോൾ ഒരു നല്ല അസോസിയേറ്റിനെ വേണം എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്നെ ദ്രോഹിച്ച ആ കക്ഷിയെ തന്നെ ശുപാർശ ചെയ്തു, ഈ ഫോട്ടോയിൽ നിൽക്കുന്ന മഹാനെ. പടം സാമ്പത്തിക ഞെരുക്കത്താൽ പല ഷെഡ്യൂളായി. അയാൾ പാതി വഴിക്ക് ഇട്ടിട്ട് കളഞ്ഞു. ഞാൻ എങ്ങും പോകാതെ വർഷങ്ങളോളം നിന്ന് ഈ പടം തീർക്കാൻ കൂടെ നിന്നു. പ്രതിഫലം നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ അയാളെ വിളിച്ചു, എന്നാലും കാണിച്ച മോശമായിപ്പിച്ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ, എന്ത് ചെയ്യാൻ മോശം, എനിക്ക് ഈ പടം എന്ന് പറഞ്ഞാൽ നടന്നാൽ മതി, 5 വർഷം എനിക്ക് വേറെ പടം കിട്ടി ഞാൻ പോയി, എനിക്ക് നീ ശുപാർശ ചെയ്ത പടം വേണ്ട എന്ന് പറഞ്ഞ് ഈ സംവിധായകനായ ഹരികുമാറിനെ തള്ളി പറഞ്ഞിട്ട് പോയതാണ് ഈ അരപ്പടം ചെയ്ത അസോസിയേറ്റ്. അയാളെയും വിളിച്ച് നിർത്തിയിരിക്കുക, ക്ഷണിച്ച് നിർത്തിയിരിക്കുക, വരൂ നിങ്ങൾ വരൂ, എന്നെ വലിപ്പിച്ചിട്ട് പോയെങ്കിലും നിങ്ങൾ എൻ്റെ ശിഷ്യനാണ്, വരൂ നിൽക്കൂ, ഫോട്ടോയ്ക്ക് നിൽക്കൂ എന്ന് നിർത്തി. അങ്ങനെ മുങ്ങിയവനെ എങ്ങനെ ഈ ഗുരുനാഥൻ ഒരു പ്രിയപ്പെട്ടവനായി എന്ന് എനിക്കറിയില്ല. ദിനേശിനോട് ഉടക്കുള്ളവരെല്ലാം പുള്ളിക്ക് പ്രിയപ്പെട്ടവനാണ്. ഗുരുവിന് നെടുമങ്ങാട് കുറച്ച് വസ്തുവുണ്ട്. അത് നോക്കി നടത്തുന്നത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവൻ്റെ കയ്യിൽ എവിടുന്നോ ആരിൽ നിന്നൊക്കെ ബിനാമി പോലെ പൈസ വാങ്ങിച്ച് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയുണ്ട്. എന്തിനും ഏതിനും അയാൾ വേണം ഒരു കാലത്ത് ഗുരുവിന്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ അറിയുന്നു ഈ പറയുന്ന ഓട്ടോക്കാരൻ പാപ്പരായെന്ന്, കടക്കാരനായി മാറി, എല്ലാം നഷ്ടപ്പെട്ട് കടം കയറി നെടുമങ്ങാട്ടിൽ നിന്ന് മുങ്ങി. പാപ്പനംകോട്ട് ഒരു കുടിസ് മുറി വാടകയ്ക്കെടുത്ത് താമസമായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനും സിന്ധുവും കൂടി ഒരു സന്ധ്യയ്ക്ക് പാപ്പനംകോട്ട് വെച്ച് അയാളെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചായ കുടിക്കാൻ, ഞങ്ങൾ രണ്ടുകൂടെ ചായ കുടിക്കാൻ പോകണം, വാ എന്ന് പറഞ്ഞാൽ അവനും കൂടെ വിളിച്ചുകൊണ്ട് പോയി ചായയും ബജിയും ഒക്കെ വാങ്ങിക്കൊടുത്തു. നീ എന്ത് ഇവിടെ വന്ന് നിൽക്കുന്ന എന്തെന്നിടമെന്ന് പറഞ്ഞാൽ, ഇതാ അവിടെ മാസം 150 രൂപ എന്തിനുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത്, നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല, കടം, ഭാര്യ തൃശ്ശൂരോടെ ജോലിയാണ്, അവളെ ജീവിച്ചോളും,
എനിക്ക് നിൽക്കാൻ ഒക്കില്ല, അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് മുങ്ങിയത്. എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരുമോ, എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് സ്വയംവരപ്പന്തലിൽ ജനാർദ്ദനൻ്റെ അല്ലെങ്കിൽ സംയുക്ത വർമ്മയുടെ അച്ഛൻ്റെ ഒരു വലിയ എസ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ്, കണ്ണത്തോ ദൂരം കിടക്കുന്ന എസ്റ്റേറ്റാണ്. തേങ്ങയും കമുകും പ്ലാവും മാവും സമ്പന്നമായ എസ്റ്റേറ്റ്. അവിടെ നല്ല, നിങ്ങൾ ഇനി സ്വയംവരപ്പന്തൽ കാണുമ്പോൾ നോക്കിയാൽ മതി. ഞാൻ ചുമ്മാ സുമാർ സാറിനോട് പറഞ്ഞു, സാറേ ഈ എസ്റ്റേറ്റ് കിട്ടുമെങ്കിൽ വാങ്ങിച്ചിടണം, ഭാവിയിൽ ഭയങ്കര ഡെവലപ്പ് ഉണ്ടാവും, ടൂറിസത്തിനൊക്കെ വകുപ്പുണ്ട്. കരുനാക്കൊണ്ട് പറഞ്ഞാണെന്നുണ്ട പുള്ളി ആ എസ്റ്റേറ്റ് വാങ്ങി. ഒരു നാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ദിനേശേ, കള്ളം ചെയ്യാത്ത സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമോ ഈ എസ്റ്റേറ്റ് നോക്കി നടത്താൻ, എനിക്കൊരാളെ വേണം. ഇത് പറഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴാണ് ഈ നെടുവങ്ങാടനെ ഞാൻ കണ്ടത്. ഞാൻ അയാളെ ആ പണി ഏൽപ്പിച്ച് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ആ എസ്റ്റേറ്റിൽ പഴുത്ത് വീഴുന്ന പാക്ക്, ഉണങ്ങി വീഴുന്ന തേങ്ങയൊക്കെ നിന്ന് പറക്കിയിട്ടിട്ട് അതൊക്കെ വിറ്റ് നീ എടുത്തോ. കാരണം ഒരിക്കലും സുമാര സാർ അതൊന്നും അന്വേഷിക്കില്ല, അങ്ങനെയൊക്കെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നീ സത്യസന്ധനുമായിരിക്കണം, വേറെ വെട്ടൊന്നും വെട്ടരുത്. ഈ വീണയൊക്കെ നീ എടുത്തോ, വീണത് വിധിച്ചവർക്കെന്നല്ലേ പറയാറ്. അപ്പോൾ വളരെ സന്തോഷമായിട്ട്, ശമ്പളത്തിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഈ പാക്കിൽ നിന്നും തേങ്ങയിൽ നിന്നൊക്കെ കിട്ടാം, അതൊക്കെ നീ എടുത്തോ എന്ന് പറയുമ്പോൾ സന്തോഷമായിട്ട് അവൻ പോയി. സുകുമാര സാർ അറിഞ്ഞാലും ഒന്നും പറയില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഈ ഗുരുനാഥൻ മരിക്കുന്നതിന് മുമ്പ് എടുത്ത ഈ ഫോട്ടോയിൽ നിൽപ്പുണ്ട്, കള്ളലക്ഷണത്തിനെ പോലെ. അതിനുശേഷം ആ ജോലി കിട്ടിയ ശേഷം എന്നെ വിളിച്ചിട്ടേയില്ല, നമ്മളെ ശത്രുപക്ഷത്താക്കി. അന്ന് മുതൽ സുകുമാരനോടും പറഞ്ഞു കാണും കുറേ നോണ. ഈ ഫോട്ടോയിൽ വിളിച്ചു വരുത്തി നിർത്തിയിരിക്കുന്നു. അവന് ആകെ ഞാൻ ചെയ്ത ദ്രോഹം എന്താ, ആ എസ്റ്റേറ്റിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തതാണ്. ഈ ഫോട്ടോയിൽ ഇല്ലാത്ത, എന്നാൽ ഈ ഫോട്ടോ എടുത്ത എംബോക്കിയാണ് വലയം നിർമ്മിച്ച് എന്നെയും സുകുമാര ഷാർജയും പറ്റിച്ചവൻ. ഏതാണ്ട് 1/2 കോടി രൂപയോട് അതിനടുത്ത് പറ്റിച്ചു. സുകുമാരനെയും ദിനേശിനെയും പറ്റിച്ചവനാണെങ്കിൽ നീ എൻ്റെ പ്രിയപ്പെട്ടവൻ, വാ വന്ന് എൻ്റെ ഗ്രൂപ്പിൽ നിന്നില്ലേ എന്നായിരിക്കും ഗുരുനാഥൻ ചിന്തിച്ചത്. ദിനേശിനെ പറ്റിച്ചല്ലേ, സുകുമാര ഷാർജി പറ്റിച്ച, എന്നാൽ നീ എൻ്റെ ആള്, വാ. അവനും ഇരുന്ന് ഇയാളെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അത് കൊടുക്കാത്തതാണ്, കാരണം അവൻ്റെ ഒരു മോന്തയൊന്നും എൻ്റെ ചാനലിൽ കാണിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മനഃപൂർവ്വം ഞാനത് കാണിക്കാത്തത്. ആലോചിച്ചു ഗുരുനാഥൻ്റെ മനസ്സ്, നിങ്ങൾ ആലോചിച്ചു. ഞാൻ കാരണം പത്രപ്രവർത്തനത്തിൽ വന്നുപെട്ട, അതിലൂടെ നിശ്ചല ഛായാഗ്രഹണത്തിൽ ചെന്ന് ചേർന്ന ഒരാളാണ് ഇനിയുള്ള ഈ ഫോട്ടോയിലുള്ള ഒരാൾ. ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്താണ്. ഈ അടുത്ത സമയത്തും മുൻഷി ബൈജു മരിച്ചെടുത്ത് വെച്ച് ഞാൻ കണ്ടു. ഷുഗറിന് ഇങ്ങനെ മാസം 10,000 രൂപയോളം മരുന്നിന് കളയരുത്, ഒരു ആയുർവേദ മരുന്നിൻ്റെ ഒരു ഡോക്ടറെ എനിക്കറിയാം, വളരെ സിമ്പിളായിട്ട് 10,000-2,000 രൂപയിൽ മരുന്ന് ഒതുങ്ങും. എൻ്റെ ഭാര്യ അവിടെയാണ് പോകുന്നത്, നിന്നെയും കൊണ്ടുവന്ന് ദിനേശ് എന്ന് പറഞ്ഞിട്ട് വളരെ കാര്യമായിട്ട് സംസാരിച്ച് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇയാളിൽ നിന്ന് എല്ലാം പറയണമല്ലോ, ഗുരു ചെറിയൊരു തുക കടം വാങ്ങി, സമയത്തിന് ഗുരു അത് കൊടുത്തില്ല. അപ്പോൾ ഗുരുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നോട്ട് കെട്ട് കയ്യിലിരുന്നാൽ അതിൽ നിന്ന് അഴിക്കേയില്ല, ആ കെട്ട് അതുപോലെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കും. അല്ല അതിൽ നിന്ന് 10 നോട്ട് എടുക്കുകയോ ഒരു നോട്ട് പോലും എടുക്കില്ല അദ്ദേഹം. അപ്പോൾ ഗുരു കടം വാങ്ങിച്ച പൈസ കൊടുക്കുന്നില്ല. ഗുരുവിനോടുള്ള ദേഷ്യം മുഴുവൻ എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് തമ്പുരു എന്ന ഹോട്ടലിന് മുന്നിൽ വെച്ച് എൻ്റെ സ്നേഹിതൻ എന്നോട് തീർത്തു, തെറിയോട് തെറി വിളിച്ചു. ഇനിയിപ്പോൾ അവൻ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ പിണങ്ങുമായിരിക്കും, വിളിച്ചതെന്നല്ലേ പറയാൻ പറ്റും. ഗുരുവിനെ തെറിയോട് തെറി, ആ പൈസ തിരിച്ചു കൊടുക്കാത്തതിന്. ഞാൻ ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, മനുഷ്യനായാൽ നാണം വേണം, കടം വാങ്ങിയാൽ കൊടുക്കാൻ പഠിക്കണം. ഹോട്ടൽ കൗണ്ടറിൽ വെച്ച് അങ്ങയുടെ മരിച്ചുപോയവരെയൊക്കെയാണ് അയാൾ എന്നോട് ഓർപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് ഗുരുനാഥനോട് വഴക്ക് പറഞ്ഞു. അപ്പം പെട്ടി തുറന്ന് അയാളുടെ കാശെടുത്ത് എൻ്റെ തന്നു, കൊടുക്ക് എന്ന്. കാരണം പുള്ളിക്ക് കൊടുക്കാൻ പറ്റില്ല, മനസ്സില്ല, അതാണ് പ്രശ്നം. അവനോ അവസാന കാലത്ത് ഫോട്ടോ ഫ്രെയിമിൽ കയറി നിന്നു. ഗുഡ് സർവീസ് എൻട്രി ആവും, കാരണം ഇദ്ദേഹത്തിൻ്റെ മരിച്ച അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചതിൻ്റെ ഗുഡ് സർവീസ് ആയിരിക്കും. അവനെയും വിളിച്ചു, വാ ഫോട്ടോ എടുക്കാം, വാ ദിനേശ് ഇല്ലാത്ത ഒരു ഫോട്ടോ എടുക്കാം, അതിൽ നീ വേണം എന്ന് അവനും ചെന്നു. കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ മകന് സിനിമയിൽ കയറണം. ആരെ? ഈ ഹരികുമാറിൻ്റെ കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ മകന്. ഗുരുവിൻ്റെ നാട്ടിലുള്ള ആളാണ്. ഗുരു പക്ഷെ അടുപ്പിക്കുന്നില്ല. എന്നെ മാനസഗുരുവായി അക്കാലത്ത് കണ്ടിരുന്ന ഈ പയ്യൻ എന്നെ സമീപിച്ചു. ഞാൻ അവന് വേണ്ടി സംസാരിച്ചു. ശരിയാവില്ല ദിനേശ്, അവൻ്റെ അച്ഛൻ നല്ല കീറാണ്, തലവേദനയാവും. അപ്പം ഞാൻ ഉറപ്പ് പറഞ്ഞു, സാറേ അവൻ്റെ അച്ഛൻ വെള്ളം അടിക്കുന്ന സാറിനെന്ന് തോന്നുന്നു.
അവനൊരു ശല്യമാവില്ല സാർ. അവന് സിനിമയോട് വല്ലാത്ത പാഷൻ ഉണ്ട്. അടുത്ത പടത്തിൽ നീ ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് ഈ പയ്യന് ഉറപ്പ് കൊടുത്തു. അവനുണ്ടായി. പക്ഷേ ഞാൻ ആ ചിത്രത്തിന് പോയതുമില്ല. ഉദ്യാനപാലകനായിരുന്നു ഞാൻ. ജെ.സി. സാറിൻ്റെ ഒരു സീരിയലായിട്ട് പോയി. അവനും ഗുരുവിൻ്റെ ഗുഡ് സർവീസ് എൻട്രി വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ബുക്കിലുണ്ട്, അതുകൊണ്ടാണ് അവനെയും വിളിച്ചത്. ഇതിൽ നിർത്തിയിട്ടുണ്ട്. ഒരു വലിയ മലയാളത്തിലെ ഒരു വലിയ കവിയുടെ ശുപാർശയിൽ വന്നയാളാണ് അടുത്തയാൾ. ആദ്യമായി വർക്ക് ചെയ്യാൻ വന്ന സിനിമയിൽ ആദ്യ ദിവസം മറ്റൊരു സഹ കുടിയനോടൊപ്പം ചേർന്ന് അടിച്ചു ഫിറ്റാക്കി. യൂണിറ്റുകാരെ തള്ളക്കി വിളിച്ചു. യൂണിറ്റുകാർ ആരോടും മെക്കിട്ട് കയറുന്ന ക്യാമറമാനെ വിവരം അറിയിച്ചു. ക്യാമറമാൻ പിറ്റേന്ന് രാവിലെ സെറ്റിൽ വന്നിട്ട് എന്നോട് കയറി കയർത്തു. ഇങ്ങനെയൊക്കെ ഉള്ളവനാണോ അസിസ്റ്റന്റ് ഡയറക്ടറെ കഴിക്കണം, മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ദിനേശേ, ഇങ്ങനെ ഉള്ളവന്മാരെ സെറ്റിൽ വയ്ക്കാൻ പറ്റില്ല, മറ്റവനെ പറഞ്ഞു വിടണം എന്നായി. അപ്പം ഞാൻ പറഞ്ഞു, താങ്കളും ഒരു സാഹിത്യ കുടുംബത്തിൽ നിന്നും വന്നതല്ലേ, ഒരു വലിയ കവി ശുപാർശ ചെയ്ത കൂട്ടുകാരൻ്റെ മകനെ പറഞ്ഞു വിടുന്നത് കവിക്കല്ലേ മോശം, മഞ്ഞിച്ചിടുങ്കോ സ്വാമി എന്ന് ഞാൻ പറഞ്ഞു. ക്യാമറമാൻ വഴങ്ങി. ആ ഒറ്റപ്പടത്തിൽ ഗുരുവിൻ്റെ ശിഷ്യനായി ഈ പയ്യൻ. അവനെയും ഗുരു അവസാന കാലത്ത് സില്ലി കയറ്റി നിർത്തി. എന്തായാലും അവൻ എൻ്റെ അന്തകനല്ല, എന്നോട് ഇപ്പോഴും നല്ല ബന്ധമുള്ള ആളാണ്. അവനെ വിളിച്ചു വരുത്തി അവനെയും സില്ലി കയറ്റി നിർത്തി. ഇനിയൊരാൾ എന്നോടൊപ്പം ഗുരുവിൻ്റെ ശിഷ്യനായ ആളാണ്. ആ പടത്തോടെ ഗുരുവായിട്ടുള്ള ബന്ധം വിട്ടു. ഗുരു ശിഷ്യൻ്റെ അമ്മാവനുമാണ്. അവരെ എന്നും ഗുരു ബന്ധുവായി, സിനിമാക്കാരനായി കഴിഞ്ഞപ്പോൾ അവരെയൊന്നും ബന്ധുവായിട്ട് അംഗീകരിക്കുന്നില്ല. എവിടെ വച്ച് അമ്മാവനെ കിട്ടിയാലും അനന്തരവൻ വാരും അമ്മാവനെ. SUT ആശുപത്രിയിൽ ഈ അനന്തരവൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുക. അവിടെ വേറെ ആരോ കാണാൻ ഇദ്ദേഹം വന്നു. നീ എന്താ ഇവിടെ എന്ന് കേട്ടു. അല്ല, അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് ഇവിടെ. ഓ, അത് ശരി. പിന്നെ ആ ദിനേശ് അണ്ണനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിച്ചല്ലേ എന്ന് ഞാൻ കേട്ടതും കാറെടുത്തപ്പോൾ കളഞ്ഞു. ഈ അളിയനെ ഒന്ന് കാണാൻ പോലും കയറിയില്ല. മരിക്കാൻ കിടക്കുന്ന അച്ഛനെ, അമ്മാവനെ, അല്ല അളിയനെ കാണാൻ പോലും കയറാതെ കാറെടുത്തപ്പോൾ കളഞ്ഞു. ഇതവൻ തന്നെ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ എവിടെ വെച്ച് കിട്ടിയാലും അവൻ അങ്ങനെ വാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മാവൻ സ്വന്തം മകളുടെ വിവാഹം പോലും അനന്തരവനെയോ വീട്ടുകാരെയോ ക്ഷണിക്കുക പോലും ചെയ്തില്ല. ഒരാളെയും വിളിച്ചില്ല അയാൾ. അനന്തരവൻ്റെ അമ്മയും അച്ഛനും മരിച്ചപ്പോഴും മച്ചമ്പിയോ സഹോദരിയോ അവസാനമായി കാണാനൊന്നും ഗുരുനാഥൻ ഈ അമ്മാവൻ അവിടെ ചെന്നതുമില്ല. പക്ഷേ ജീവിതത്തിലെ അവസാന പടം പിടിക്കുമ്പോൾ യവൻ കൂടി വേണമെന്ന് അമ്മാവനായ ഗുരുനാഥന് തോന്നി. നന്നായി, അവനിന്ന് പെട്ടതിൽ. അവൻ്റെ അമ്മ മരിച്ചിട്ട് അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ചെന്നില്ല. പക്ഷെ ഞാൻ പോയി രണ്ടിനും. അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും ഒക്കെ ഞാൻ പോയി. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. എനിക്കിട്ട് പണിഞ്ഞാലും എനിക്കിഷ്ടമാണ്. പക്ഷെ അമ്മാവൻ വിളിച്ചപ്പോൾ, എടാ നീ ഒരു പടത്തിലേ എന്താ വർക്ക് ചെയ്തുള്ളൂ, അതിൽ തന്നെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടു, പിരിച്ചു വിട്ടു. എന്നാലും വാ, ഞാൻ ദിനേശിനെതിരെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ദിനേശ് ഒഴിച്ച് ബാക്കി എല്ലാവരും നിർത്തി വരണം എന്ന് ഇവൻ പൊത്തിട്ട് അങ്ങ് കുറേ പോകണം. ഞാൻ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് ആളിനെ പിടികിട്ടും, അതുകൊണ്ട് പറയുന്നില്ല. സുഹൃത്തം ചെയ്യുമ്പോഴും MTയെ പറ്റി ഡോക്യുമെൻ്ററി ചെയ്യുമ്പോഴും ഇദ്ദേഹം ഒരു ശിക്ഷയെ കൂടെ കൂട്ടി. ഈ പെണ്ണുങ്ങളുണ്ടെങ്കിലേ പുള്ളിക്ക് ഇപ്പോൾ സംവിധാനം വരും. എന്തിനാണ് ഇവരെ കൂട്ടിയതെന്ന് ആധികാരികമായി തന്നെ ഞാൻ ചോദിച്ചു. പെണ്ണുങ്ങളും സംവിധാനം പഠിക്കട്ടെ എന്നായിരുന്നു ഉത്തരം. കൂടെ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, അവർ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ദിനേശ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ സാറിൻ്റെ നിന്ന് പഠിക്കാൻ വന്നതാ, ഞാനെങ്ങനെ അവരെ പഠിപ്പിക്കും എന്ന മറുചോദ്യം ഞാൻ ചോദിച്ചു. ഞാനൊരു നല്ല പണി എൻ്റെ ഗുരുനാഥന് കൊടുത്തു. MTയെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുക്കാൻ പോയപ്പോൾ ഗുരുവും ശിഷ്യയും രാമനിലയത്തിലാണ് പുറത്ത്. എനിക്ക് ഒരു ലോഡ്ജിൽ ഒരു അളിഞ്ഞ മുറിയാണ് എടുത്തു തന്നത്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകില്ല. കാരണം ഞാൻ രാമനിലയത്തിൽ നോക്കി കൊതിച്ച് നിൽക്കുക, രണ്ടുപേരും കൂടെ അവിടെ, ഞാനൊരു ഉണക്ക ലോഡ്ജിൽ. അന്ന് തീരുമാനിച്ചു ഇനി ഇയാളുടെ പോകില്ല, ഈ ഡോക്യുമെൻ്ററിയുടെ ബാക്കി വർക്കിന് പോകില്ല എന്ന് അപ്പോഴേ ഉറപ്പിച്ച്. തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ MT വാസുദേവൻ നായർ, ശ്രീകുമാരൻ തമ്പി സാറ്, വൈശാഖൻ സാറ് തുടങ്ങി നിരവധി സാഹിത്യകാരന്മാർ അവിടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം കൂടാൻ വന്നപ്പോൾ അത് ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ചിത്രീകരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് സംവിധായകന് തോന്നി ഇതിൻ്റെയൊക്കെ കുറേ സ്റ്റില്ലെടുക്കണമെന്ന്. ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടെത്താൻ എന്നോട് പറഞ്ഞു. ഞാൻ കണ്ടെത്തി. തൃശ്ശൂരിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറെ തപ്പിയെടുത്തു. അന്ന് ഫിലിമിലാണ് പടം എടുക്കുന്നത്, ഡിജിറ്റലല്ല. ഗുരു കാണുന്നവരോടൊക്കെ നിർത്തിയിട്ട് ഈ ശിഷ്യയുടെ പടങ്ങൾ ഒരുപാടങ്ങ് എടുത്തു. MTയുടെ കൂടെ, വൈശാഖൻ്റെ കൂടെ, ശ്രീകുമാരൻ നമ്പീരുടെ എല്ലാവരുടെയും നിർത്തി. ശിക്ഷയെ നിർത്തി. എൻ്റെ ശിക്ഷയാണ് കേട്ടോ പുതിയ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നിർത്തി, കെട്ടിപ്പിടിച്ചില്ലെന്നേ ഉള്ളൂ. ഫോട്ടോകളെടുത്തു. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് എക്സ്പോസ് ചെയ്ത ഫിലിമിങ് വാങ്ങിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നമ്മുടെ ബാബയിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഫിലിം വാഷ് ചെയ്തു.
മൊത്തം 6x4 എന്ന് പറഞ്ഞ വലിപ്പമുണ്ട്, ഇത്ര പോസ്റ്റ് കാർഡിനേക്കാൾ അല്പം കൂടെ ഉള്ള 6x4 ഒരു പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ഡോക്യുമെൻ്ററിയുടെ ആവശ്യത്തിനായി എന്തെല്ലാം എടുത്തോ ആ നെഗറ്റീവ് എല്ലാം വച്ചിട്ട് ഈ പെണ്ണുമ്പിള്ളയെ ആരോടൊക്കെ നിർത്തി പടം എടുത്തോ അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തു. ഞാൻ ഒരു കവറിലിട്ട് വെച്ചു. ഡോക്യുമെൻ്ററി ഷൂട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി വർക്ക് ശിക്ഷയെ കൊണ്ടങ്ങ് ചെയ്യിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ പിരിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, അത് സർക്കാരിൻ്റെയാണ്, അങ്ങനെ പോകാൻ നോക്കൂല. ഞാൻ പോവും, ഞാൻ വരില്ല, ഇനി ലാബ് വർക്കിന് ഞാൻ വരില്ല, ശിക്ഷയെ കൊണ്ടുപോയാൽ മതി, ശിക്ഷയും ഗുരുവും കൂടെ അങ്ങ് പയ്യാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് പോയി. ഒരു നാൾ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ടായിരിക്കും ഗുരുവിന് ഓർമ്മ വന്നു, എന്നെ വിളിച്ചു. അന്നിടത്ത് ആ ഫിലിമിൻ്റെ നെഗറ്റീവ് തന്നില്ലല്ലോ ഇതുവരെ. അപ്പോൾ നെഗറ്റീവ് ആവശ്യപ്പെടുകയാണ് പുള്ളി. ഞാൻ നെഗറ്റീവ് കവറുമായി ചെന്നു കൊടുത്തു. നെഗറ്റീവ് എന്ന് കൊടുത്തു. സംസാരിച്ചിരിക്കുമ്പോൾ ചന്ദ്രിക ചേച്ചി ചായയായിട്ട് വന്നു. അപ്പം അടുക്കളയിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് കാണാം. അങ്ങനെ ചായയായിട്ട് വന്നു. ചേച്ചി വരുന്നത് കണ്ടപ്പോൾ ഗുരു നെഗറ്റീവിൻ്റെ കവറ് ടീപ്പൊരു അടിയിലിട്ടിട്ട് കള്ള ലക്ഷണം പോലെ ഉണ്ടാതിരുന്നു, ഒന്നും അറിഞ്ഞിടത്തുമില്ലായിരുന്നു. എനിക്ക് ചിരി വന്നെങ്കിലും ഞാനത് മൂടി വെച്ചു. കാരണം ഈ നെഗറ്റീവ് കവർ മേശപ്പുറത്തിരുന്നാൽ ചേച്ചി നെഗറ്റീവ് എടുത്ത് നോക്കിയാൽ നിറയെ ഫ്രെയിമുകളിൽ നിൽക്കുന്ന ഈ പെണ്ണുമ്പിള്ള ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടൂലേ സാറിൻ്റെ? സ്ത്രീ അതിലില്ല എന്ന്, ഈ കവറിലിരിക്കുന്നതിൽ സ്ത്രീയുടെ ഒരു പടവും ഇല്ല എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഞാൻ മടങ്ങി. ഞാൻ വീടെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇതിൽ മുഴുവൻ നെഗറ്റീവ് ഇല്ലല്ലോ ദിനേശ്. ഉണ്ടല്ലോ, ഏത് പടത്തിൻ്റെ നെഗറ്റീവ് ഇല്ലാത്ത എന്നായി ഞാൻ. കാരണം ഞാൻ ഈ അക്കാഡമി ഷൂട്ട് ചെയ്തതിൻ്റെ എല്ലാ സ്റ്റില്ലും പുള്ളിയിൽ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ആ സാറിൻ്റെ കയ്യിലുള്ള ഫോട്ടോയിലുള്ള ഏത് നെഗറ്റീവ് അത് ഇല്ലാത്തേ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാൻ വിട്ടു, 6x4 പ്രിൻ്റ് അടിച്ചത് ഞാൻ ആദ്യം എത്തിച്ചിരുന്നു പുള്ളിക്ക്. ഞാൻ തന്ന പ്രിൻ്റുകൾ നെഗറ്റീവിൽ എല്ലാം അതിൽ കാണും എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഗുരുവിന് ഉത്തരം മുട്ടി. മറ്റേ പെണ്ണുമ്പിള്ളയുടെ പടം എവിടെയെന്ന് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാനൊരു ചമ്മൽ. ഞാൻ തിരിച്ചെന്ത് പറയുന്നറിയണ്ടല്ലോ. ഞാൻ പിന്നെയും കുളമാക്കുമെന്ന് പുള്ളിക്കൊരു സംശയം. കാരണം പെണ്ണുമ്പിള്ളയായിട്ട് നിൽക്കുന്ന ഫോട്ടോ അത്രയും കൊണ്ടുവന്ന് ചന്ദ്രശേശ്വരി കൊണ്ടുകൊടുത്തിട്ട് ഇതാ ഗുരു വരുമ്പം കൊടുത്തേക്കണേ, ഒരു പെണ്ണുമ്പിള്ളേരെ കുറേ പടമാണെന്ന് പറഞ്ഞാൽ കുളമാവില്ല. അതുകൊണ്ട് പുള്ളി പിന്നെ എന്നോട് ചോദിച്ചില്ല. ഈ ക്യൂ നിൽക്കുന്ന ശിഷ്യഗണങ്ങളിൽ ഒരാൾ ഈ പറഞ്ഞ ശിഷ്യയുടെ സഹോദരനാണ്. ഒരു പടത്തിൽ ഇദ്ദേഹവും നമ്മളെ ഗുരുനാഥൻ്റെ ശിഷ്യനായിരുന്നു. ഇനി ബാക്കിയുള്ളത് ഒരു മൈനാഗപ്പള്ളിക്കാരനാണ്. ഞാനൊരു സിനിമയ്ക്ക്, ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ സിനിമയ്ക്ക് അയാളെ സഹകരിപ്പിച്ചിരുന്നു. അതിലപ്പുറം ഒരു ബന്ധം എനിക്ക് അയാളോടില്ല. കരുനാഗപ്പള്ളിക്ക് അപ്പുറത്തു നിന്നൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ഒരാളോടും എനിക്ക് പകയില്ല, വിദ്വേഷം ഒട്ടുമില്ല. ഈ പടം എടുത്തു കൊടുത്ത ദ്രോഹിയോടും എനിക്ക് ദേഷ്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സുകുമാരൻ ഷാർജ കൊടുത്ത കേസിൽ, ചെക്ക് കേസിൽ മറ്റന്നാൾ വിധി വരും, എന്നെ ശിക്ഷിക്കുമെന്ന് എൻ്റെ വക്കീൽ പറയുന്നു. അങ്ങനെ ശിക്ഷിച്ചാൽ പുറത്തിറങ്ങുന്ന അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഈ ദ്രോഹി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന ലക്ഷങ്ങൾ തരാതെ കബളിപ്പിച്ചവൻ അകത്ത് കിടക്കട്ടെ എന്നല്ലേ ഞാൻ കരുതേണ്ടത്. പക്ഷെ ഞാൻ കരുതിയില്ല. എൻ്റെ കാശ് മുടക്കി രാത്രി ഷാർജയ്ക്ക് വിളിച്ച് ഈ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എന്നിട്ടും ആ കള്ളൻ ഇപ്പോഴും ഈ അടുത്ത കാലത്തും എന്നെ പറ്റിച്ചു. ഞാൻ ചെയ്ത 300 എപ്പിസോഡും അവൻ സംവിധാനം ചെയ്തതാണെന്ന് പേര് വെച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്തു. വലയം എന്നാണല്ലോ ആ സീരിയലിൻ്റെ പേര്. എന്നെ പിന്നെയും കള്ളനാക്കി അവൻ. ആ ചതിയൻ ചെയ്ത സീരിയൽ ഞാൻ ചെയ്തതാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പലരും ധരിച്ചു. പലരും എന്നോട് ചോദിച്ചു, സാറേ പലരും സാറ് ചെയ്തെന്നല്ലേ പറയണേ, പക്ഷെ അതിൽ വേറൊരാളുടെ പേരാണല്ലോ സാറേ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദ്രോഹം വരെ അവൻ ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും എനിക്ക് ആ ദ്രോഹിയോട് പകയില്ല. എന്നെ ദ്രോഹിക്കുന്നതിനപ്പുറം ചെയ്തിട്ടും ഗുരുനാഥൻ ചാവാൻ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സിന്ധുവിനെയും കൂട്ടി അന്വേഷിച്ചു ചെന്നു. ഇൻഫെക്ഷൻ എന്ന കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ചു. എന്നിട്ട് ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹത്തെ പറ്റിച്ചവന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി പടമെടുത്ത് പുറത്തു വിട്ടു എന്നെ തോൽപ്പിക്കാൻ. കൂടെ പോയി ഫോട്ടോ എടുത്തവന്മാർ തന്നെ ചിലർ കൂടെ എനിക്ക് ഈ പടം അയച്ചെന്ന് സംതൃപ്തി അടയുന്നു. അതിനാലാണ് ഈ ഫോട്ടോ കഥ ഇപ്പോൾ പറയേണ്ടി വന്നത്. ഇതുപോലെ എന്നെ നാറ്റാൻ പുതിയ വഴികൾ ഈ ശിഷ്യന്മാർ പരീക്ഷിക്കട്ടെ. ഞാൻ തളരില്ല, കാരണം ഞാൻ തീ കുരുത്തവനാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഫോട്ടോയിൽ ആവശ്യം നിൽക്കേണ്ട ഒരാളിനെ എന്തുകൊണ്ടോ അദ്ദേഹം വിളിച്ചില്ല. അതോ അവർ മറ്റേ ബ്ലൂ ഫിലിം എടുക്കുന്ന തിരക്കിൽ വരാത്തതാണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. പാൽപ്പായസമൊക്കെ എടുക്കുന്ന ഇപ്പം പോലീസിൻ്റെ ചട്ടിയിലായ ഒരു പെണ്ണുമ്പിള്ളേട്ടല്ല, അവളെ കൂടെ വിളിക്കണമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷയാണ്. അതിനെയും കൂടെ ഈ ഫോട്ടോയിൽ വിളിച്ച് നിർത്തണമായിരുന്നു. പക്ഷേ ഇദ്ദേഹം വിളിച്ചവൻ പറഞ്ഞാണ്, സാറേ ഞാൻ വേറെ പുതിയൊരു കമ്പിപ്പടം എടുത്തുകൊണ്ടിരിക്കണോണ്ടേ
അത് എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. എന്ന് മാത്രമല്ല ആ പയ്യന് പോണം സാറേ, ആ സ്ത്രീക്കും തിരക്കുണ്ട്, അവർ വേറെ കമ്പി പടത്തിൽ അഭിനയിക്കാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത് ഇട്ടിട്ട് വരാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞാണ്. സാറ് പറയുന്നതാണ് സാരമില്ല മോളേ നീ വരണ്ടെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ അവളും കൂടെ വേണമായിരുന്നു. ഇതിൽ നാണം കെട്ട പണികളല്ലേ കാണിക്കണമെന്ന് അലച്ചു നോക്കി. ഇതുകൊണ്ടൊന്നും ദിനേശിനെ തോൽപ്പിക്കാനാവില്ല. എൻ്റെ ഇതിൽ നിൽക്കുന്ന 8 പേരും ഇതിൽ നിൽക്കാത്ത എംബോക്കിയും കൂടെ ചേർത്ത് 9 പേരോട് ഞാൻ പറയുകയാണ്, വേറെ വഴികളും നോക്ക്. ഇതൊന്നും കൊണ്ട് ദിനേശിനെ തളർത്താൻ കഴിയില്ല. ഞാൻ ഈ ഫോട്ടോ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ എടുത്ത് വെച്ച് നോക്കും. ആലിബാബ 41 കള്ളന്മാർ നിൽക്കുന്നത്. ഇതിലപ്പുറം ഞാൻ പറയുന്നില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.